അസ്സലാമലൈക്കും. അലൈഹിസ്സലാം റഹ്മത്തുള്ള. എന്തൊക്കെയാണ് ഇപ്പല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. ഞാനിവിടെ കോഴിക്കോടാണ്, മുക്കം. ആ ഒന്നുമില്ല, നിങ്ങളെ വീഡിയോ കണ്ട് മനസ്സിലായി. അത് ശരി. എന്താ നിങ്ങളെ പേരെന്താ? എന്റെ പേര് നജുമുദ്ദീൻ. നജ്മുദ്ദീൻ. അതെ. ആ ദീനിന്റെ നക്ഷത്രം അല്ലേ? ആ പേരൊക്കെ വലിയ പേരാ. പേര് നോക്കിയൊരു കാര്യമല്ലോ. ആ പിന്നെ നിങ്ങളെ വീഡിയോ കുറെ കല്ലാടല്ലോ. എങ്ങനെ? അങ്ങനല്ല, നമ്മളിപ്പോ എമ്മലുള്ളതിന്റെ ഒക്കെ പേരില് നിങ്ങള് പല വീഡിയോ ചെയ്ത് കണ്ടാണല്ലോ എനിക്ക്. ശരി. അപ്പോ അതൊക്കെ മഹാന്മാരായിട്ട് ബന്ധപ്പെട്ടതാവുമ്പോ അപ്പോ ഒരു ബഹുമാനുള്ള നിൽക്കാണല്ലോ നമ്മളൊക്കെ കാണുന്നപ്പോ അങ്ങനെയാണ്. ആ അപ്പോ അതിന് ഇതിലിപ്പോ ഇപ്പോ എമ്മലുള്ളാണോ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് നിങ്ങള് പറയുന്ന വീഡിയോ കണ്ടിരുന്നു. അതുപോലെ നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോ നിങ്ങളെ പറഞ്ഞത് എന്താണെന്നപ്പോ നിങ്ങളോട് തന്നെ ചോദിക്കാണല്ലോ. നജ്മുദ്ദീൻ ഉസ്താദ് അല്ലേ? നജ്മുദ്ദീൻ ഉസ്താദ് EK വിഭാഗത്തിന്റെ ആളാണോ AP വിഭാഗത്തിന്റെ ആളാണോ? നമ്മള് AP ഒന്നുമില്ല. APയിലുള്ള ഈക്കൽ രണ്ടും. നമ്മളിപ്പോ ആദ്യം APയിലായിരുന്നു. APയില് പണ്ട് APയിലായിരുന്നു, ഇപ്പൊ അതിലില്ല. ഇല്ല. അപ്പോ നജ്മുദ്ദീൻ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് CM വലിയുള്ള എന്നുള്ള ആ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ വലിയ. അതെ, നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നമുക്ക് എവിടുന്നാണ് നജ്മുദ്ദീൻ ഉസ്താദെ കിട്ടിയത്? അത് ഞമ്മക്ക് വെച്ചാല് ഞമ്മക്കിപ്പോ നിങ്ങൾ റെക്കോർഡ് ചെയ്യില്ലേ? എന്റെ കോളുകളെല്ലാം ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. നിങ്ങൾ പറഞ്ഞോളി. അത് ശരി. പിന്നെ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അതിപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ഞാന് ചോദിച്ചത് വലിയുള്ള എന്ന് നജ്മുദ്ദീൻ ഉസ്താദ് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ. മഹാന്മാർ എന്ന് പറഞ്ഞു പോകുമ്പോ പല ആളുകളെയും നമ്മൾ മഹാൻ എന്ന് പറയാറുണ്ട്. ആ ഒരു റേഞ്ചിലല്ല, വലിയ എന്നുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കബി എന്ന് പറയുന്ന അദ്ദേഹം വലിയാണ് എന്ന് നാം എങ്ങനെ മനസ്സിലാക്കണം? അതെ, ഞമ്മക്ക് മനസ്സിലായ നമ്മളെ ഗുരുക്കന്മാരിൽ നിന്നാണ്. അപ്പൊ ഗുരുക്കന്മാരെന്ത് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക? എങ്ങനാ? ഗുരുക്കന്മാര് ഒരു മനുഷ്യൻ വലിയാണോ? വലിയല്ലേ. കാര്യം നമ്മളെ കൂട്ടുകാരനല്ലല്ലോ, അള്ളാഹുവിന്റെ വലിയല്ലേ. അള്ളാഹുവിന്റെ വലിയ ആയിട്ടുണ്ട് എന്നുള്ളത് അത് അള്ളാഹു അല്ലേ നമ്മോട് പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമോ? അള്ളാഹു പറയുന്ന കാര്യങ്ങള് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രവാചകന്മാരിലൂടെയാണല്ലോ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ. അതെ, ഇന്ന് പ്രവാചകന്മാരില്ലല്ലോ. ഇല്ല. അപ്പൊ പ്രവാചകന്മാരില്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരിലൂടെയാണല്ലോ അള്ളാഹു ഇതാക്കുന്നത്. ഈ മഹാന്മാര് എന്നതുകൊണ്ട് നജ്മുദ്ദീൻ ഉസ്താദ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരോ? മഹാന്മാര് പറഞ്ഞാൽ യഥാർത്ഥ ഹൃദയം ശുദ്ധിയായ ആൾക്കാരാണ്. അള്ളാഹുവിനെ പ്രാപിച്ച ആളുകള്. ഈ അള്ളാഹുവിനെ പ്രാപിച്ച ആളുകള് ശരീഅത്തിന്റെ ബാലപാഠം പോലും അഭ്യസിക്കാതെ അനുഷ്ഠിക്കാതെ പോകുന്നവരെയും അള്ളാഹുവിന്റെ ഔലിയാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നജ്മുദ്ദീൻ ഉസ്താദെ? അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ CM സ്മരണിക ഒന്ന് വായിച്ചു നോക്കുക. സ്മരണിക ആരാണ് എഴുതി? അത് സമസ്തയുടെ ഈ AP വിഭാഗം സമസ്ത എഴുതിയതാണ്. AP വിഭാഗം എഴുതിയതില്ലോ എല്ലാം ശരിയാന്ന് നമുക്ക് അഭിപ്രായമില്ല. ശരി. അപ്പൊ നിങ്ങളിപ്പോ ആര് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്? പറഞ്ഞ കേക്കി, നമ്മള് ഏതാന്നുള്ള നിങ്ങൾ ചോദിക്കണ്ട. അതായത് മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങൾ മഹാന്മാരെന്നെ പറയണം. ഇപ്പം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുകൊണ്ടാണ് സഹാബത്ത് അറിഞ്ഞത്, അല്ലെങ്കിൽ അത് അറിയൂല. സിയമ്പലുള്ളാന്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരിക്കും, സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് ഏത് മഹാനാണത് കണ്ടെത്തിയത്? ഏത് മഹാനാണത് കണ്ടെത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് അവിടെ മക്ക മണലാരണ്യത്തിൽ വന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അതിനുശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉലഫാഉൽ അർബഅ അവര് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, വഹിയുള്ള റസൂലാണ്. ഇന്ന് വഹിയ നിലച്ചു പോയിട്ടുണ്ട്. ഒരാളെ ഔലിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അടിമ അള്ളാഹുവിന്റെ വലിയായിട്ട് ആ ഒരു ശ്രേണിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്ത്? അല്ല, അള്ളാഹിന്റെ റസൂലിന്റെ ശേഷം ഇവിടെ ഔലിയാക്കൾ ഉണ്ടായില്ലേ? ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും ഉസ്താദെ, ഔലിയാക്കൾ ഉണ്ടാവും. അതെ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പക്ഷെ അള്ളാഹു ഓൽക്ക് ഇൽമു കൊടുക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഒരാള് ഔലിയ ആണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ്? നിങ്ങൾ മഹാന്മാര് പറഞ്ഞു, മഹാന്മാര് പറയും എന്നാണ് പറയുന്നത്. ദീനുൽ ഇസ്ലാം ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ കിതാബോധി പഠിച്ച ഉസ്താദാണ്. ഞാന് സാധാരണക്കാരനായ നിങ്ങളെപ്പോലെ ആളുകളിൽ നിന്ന് ദീൻ പഠിക്കുന്ന ആളാണ്. അപ്പോ ഒരാള് ഔലിയ ആണോ അല്ലേ എന്ന് പറയുവാൻ അള്ളാഹുവിന്റെ കലാമിലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ കലാമിൽ എങ്ങനെയാ ഒരാള് ഔലിയ ആണ്, ഒരാള് ഔലിയ ആണെന്നുള്ളത് ഒരു കൂടെ അവിടെ പഠിക്കാണ്ട്. നമ്മളിപ്പോ ഒരു വലിയനെ അറിയാൻ, ഒരു വലിയ ഒരു മനുഷ്യന് മാത്രമേ അറിയാൻ കഴിയൂ. അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട്. വലിയ മനുഷ്യൻ അറിയാൻ കഴിയൂല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്, ഒരു മെൻസസ് ആയ ഒരു സ്ത്രീ അവളുടെ മെൻസസ് അന്യപുരുഷന്മാരിൽ നിന്ന് എങ്ങനെ മറച്ചു വെക്കുമോ, അവളുടെ ആ ഒരു കാര്യം മറച്ചു വെക്കുന്നത് പോലെ ഒരു വലിയ അദ്ദേഹത്തിന്റെ വിലായത്ത് മറച്ചു വെക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളായിട്ട് ഇനി അങ്ങനെ ഒരു വലിയ ഉണ്ടെങ്കിൽ അത് കുട്ടിപ്പാടി നടക്കാൻ പാടുണ്ടോ ഉസ്താദെ? ആ വലിയ ആണെങ്കിൽ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. നമുക്കും വലിയാവാം, നമുക്കും അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ ആ തിളച്ചു പൊന്തുന്ന നരകത്തിൽ നിന്ന് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കല്ലേ വേണ്ടത്? ഇവരുടെ കറാമത്തും പാടിയും കൊണ്ട് നടക്കുകയാണോ വേണ്ടേ? മൂപ്പര് ഒരു പ്രാവശ്യം അനല്ലാ, ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞേക്കണു. അങ്ങനെയാണെങ്കിൽ മൻസൂറുൽ ഹല്ലാജി എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മൻസൂറുൽ ഹല്ലാജി എന്ന് പറയുന്ന ആള് ഞാൻ സ്നേഹിക്കുന്ന അവൻ ഞാനാണ്, ഞാൻ സ്നേഹിക്കുന്ന അവനും ഞാനാണ്, ഞാനും ഞാനാണ് എന്ന് പറഞ്ഞു. അദ്വൈത സിദ്ധാന്തം പറഞ്ഞ മൻസൂർ ഹല്ലാജെ അല്ല ശരിക്ക്. മൻസൂർ രാജാവാണ് ഹല്ലാജിനെ പിടിച്ചിട്ട് കുരിശിൽ തറച്ചു കൊന്നത്. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയെന്നുള്ളത് പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഹല്ലാജ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ എന്ന് പാട്ടുപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൊന്നതാണ്. അദ്വൈതം പറഞ്ഞപ്പോ കൊന്നു കളഞ്ഞതാ. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ആ ഒരു അദ്വൈതം അല്ല, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമല്ല. ശ്രീ ശങ്കരാചാര്യരെ പോലെ അങ്ങനെയല്ല. മറ്റൊരു തലത്തിൽ അദ്ദേഹം ആ ഒരു വിശ്വാസം പാടി നടന്നപ്പോ അത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു, മാറ്റിയില്ല. ഉസ്താദെ, ഇതെന്നാണ് പറഞ്ഞത്, അന അല്ലാന്ന് പറഞ്ഞ അതന്നെ. അത് അദ്ദേഹം അന അല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ സ്നേഹിക്കുന്ന അവൻ ഞാനാണ്, അവൻ സ്നേഹിക്കുന്ന ഞാൻ അവനാണ്. ഇത് അദ്വൈതാണ്. എന്നിൽ അവനുണ്ട്, അവനിൽ ഞാനുണ്ട് എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിലേക്കാണ് അദ്ദേഹം പോയത്. അന്ന് മൻസൂർ രാജാവിന്റെ കാലത്ത് മൂപ്പരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അത് പരമാവധി ശ്രമിച്ചു ഈ വാദത്തിൽ നിന്ന് പിന്മാറാൻ. നഖങ്ങളടക്കം പിഴുതെടുക്കുന്ന ശിക്ഷാരീതികൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. പിന്നീട് കുരിശ് തറച്ചിട്ട് കൊന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആ ചരിത്രം വായിച്ചപ്പോ കിട്ടിയത്. ഇനി മറ്റൊരു ചരിത്രം ഉണ്ടെങ്കിൽ അറിയില്ല. എന്തായാലും കൊന്നതെങ്ങനെയായാലും അതല്ല, അള്ളാഹുവിൽ ഉറച്ചിട്ടുള്ള തീരുമാനമാണ് മുമ്പ് പറഞ്ഞത്. ഈ അന അല്ലാന്ന് പറഞ്ഞ എന്താ ഉസ്താദെ അതിന്റെ മലയാള അർത്ഥം? നിങ്ങൾ കിതാബോധി ഉസ്താദാണ്, പറഞ്ഞേരി. സാധാരണ നമ്മൾ പറയുമ്പോലല്ലേ ആ വാക്കുകള്. എങ്ങനെ റസൂലുള്ളാനെക്കാട്ടിലും വലിയൊരു മനുഷ്യൻ ജനിച്ച് ജീവിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹിക്ക് ശേഷം? ഓരോരോ അവസ്ഥകളാണ്.
അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല നജിബുദ്ദീൻ ഉസ്താദെ. ഇവിടെ ആന അല്ലാന്ന് പറഞ്ഞ ഞാൻ അല്ലാണ്, അപ്പോ വേറെ അല്ലണ്ടോ? അപ്പൊ നിങ്ങൾ പറയും അണക്കത് അറിയായിട്ടാണ് തിരിയായിട്ടാണ്. ഖുർആാനും സുന്നത്തിനും അപ്പുറമുള്ള ഇസ്ലാം തിരിയാത്ത ഇസ്ലാമില്ല ഉസ്താദെ. അല്ല, ഞമ്മള് പഠിച്ച ശരീരത്ത് ഞമ്മളിപ്പോ 300ഓളം ശരീരത്തുണ്ട്. ഒരു ശരീരത്ത് പോലും ഞമ്മള് പൂർണ്ണമായി പഠിച്ചുക്കണോ? നിങ്ങൾ ഉദ്ദേശിച്ച ശരീഅത്ത് എന്താണ്? അതല്ല, 300ഓളം ശരീഅത്ത് പറഞ്ഞ മഹാന്മാർ പറഞ്ഞ ഇബ്രാഹിമിയ മില്ലത്തില് മുഹമ്മദി ശരീഅത്ത്, അതാണ് എനിക്കറിയാം. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഏതാ ശരീഅത്ത് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞുതരും. നമ്മളൊരു ശരീരത്തിന്റെ പൂർണ്ണമായെന്ന് നമ്മൾ പറയാൻ കഴിയില്ല ഉസ്താദെ. നിങ്ങള് നല്ലൊരു ഇഖ്ലാസ് ഉള്ള ഒരാളാണ്. പക്ഷെ ആ ഇഖ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് മറ്റു തലത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന അള്ളാഹ് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞത് പല മുസ്ലിയാക്കന്മാരും എതിർത്ത് സംസാരിക്കുന്നതടക്കം ഈ ഇടയ്ക്ക് കാണുകയുണ്ടായി. പേരോടിന്റെ മകൻ പറഞ്ഞു വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോ ഒരു കുരുവട്ടൂരി പറഞ്ഞു, കണ്ടോ വഹാബി ആശയം പറഞ്ഞ വഹാബിയുടെ ആയത്തോതിനെന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ മുസ്ലിയാക്കന്മാര് ജീവിക്കുന്ന കാലാണ് നജ്മുദ്ദീൻ ഉസ്താദെ. അതും നല്ല വിഷയം. അതെന്താ വെച്ചിട്ട് പല ആൾക്കാർ പേപ്പിലും പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. വഹാബിസം എന്ന് പറഞ്ഞാൽ പല മോഡലും ഇപ്പൊ പറയുന്നുണ്ട്. ഉസ്താദെ, നിങ്ങൾ കോഴിക്കോട് എവിടെയായിട്ടാണ്? ഈ CM വലിയുള്ള എന്ന് നിങ്ങൾ പറയുന്ന ആളുടെ ആ ഒരു പരിസരത്തൊക്കെയാണോ? ഞമ്മള് കുറച്ച് അടുത്താണ്, 13 കിലോമീറ്റർ. ആയിക്കോട്ടെ. ഹയാത്ത് കാലത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മള് കണ്ടിട്ടില്ല. അപ്പോ കാണത്തെ ആവശ്യമൊന്നുമില്ല. ഇല്ല, കണ്ടോലെ കണ്ടാലും മതി എന്നൊക്കെയുള്ള പക്ഷക്കാരുണ്ട് വീട്ടിലെ ഇപ്പോ. ഓക്കെ നജിബുദ്ദീൻ ഉസ്താദെ, നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്താ വെച്ചാൽ നിങ്ങള് എനിക്ക് സംഭവിച്ചു പോയ തെറ്റ് തിരുത്തി തരിക എന്നുള്ള ഉദ്ദേശത്തിൽ നസീഹത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി ഉസ്താദ് പറയണം, ഒരു ഹാല് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളരുത്. ഞാൻ 1-2 കാര്യങ്ങൾ ഈ വിഷയത്തില്, ഈ CMന്റെ പേരിലുള്ള 1-2 കാര്യങ്ങൾ ചോദിക്കാണ്. ഒരു പെണ്ണിനെ ഒരു കാരണവും കൂടാതെ അബൂബക്കറാജിയുടെ മകള് അബൂബക്കറാജിയോട് പോ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറിൽ ഒരു മുസ്ലിയാരെ, അതൊരു മജീദ് മുസ്ലിയാരെ വിളിച്ചൊരു പേപ്പറും പേനയും എടുത്തിട്ട് അത് എഴുതിയിട്ട് സുബൈദയുടെ കയ്യില്, പെങ്ങള്, അതായത് CM എന്ന് പറയുന്ന ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവിയുടെ സഹോദരിയുടെ കയ്യിൽ കൊടുത്തയക്കാണ്. ഇതിന്റെ ഇപ്പൊ ശരീഅത്ത് 150-300 ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ ഇസ്ലാമിക വിധി എന്ന് പറഞ്ഞാൽ നിങ്ങള് അത് കൊടുത്തപ്പോ എന്താ തെളിവുണ്ടോ? കൊടുത്തു തെളിവുണ്ടല്ലോ. പിന്നെ അങ്ങനെ തെളിവില്ലെങ്കിൽ ആ കുടുംബം ഈ CM സ്മരണികയെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ ആക്ഷേപം പറയേണ്ടതാണല്ലോ. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു ഇസ്ലാമിക വിധി എന്താണ് ഉസ്താദെ? അല്ല, ഇതിപ്പോ CM എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ എങ്ങനെ പറയണ്ടേ? ഇസ്ലാമിക വിധിയാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം. നിങ്ങൾ ഉസ്താദാണെന്നാണ് എന്റെ അറിവ്. അതല്ല, ഈ CM എന്ന് പറഞ്ഞാല് മൂപ്പര് ഒരു ഉണ്ട്. അതേപോലെ ആരാണ്? പുലിമൈദീൻ സാഹിബാണ് CM ചെയ്തത്. അവിടേക്ക് എത്തണുള്ളൂ. അത് നമുക്ക് പിന്നെ പറയാം. പുലിമൈദീന്റെ കഥ നമുക്ക് പിന്നെ പറയാം. ഈ വിഷയത്തില് എന്താണ് നിങ്ങളുടെ നിലപാട്? ഇസ്ലാമിക നിലപാടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടല്ല. ഇസ്ലാമിക വീക്ഷണം എന്താണ് ഈ മുത്തലാഖിന്റെ? അപ്പോ അവരെ ശിഷ്യനാണ്. എന്നാ ശരി, അത് നമുക്ക് കിട്ടൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ മടക്കി വെച്ചു, പൊക്കറ്റിലിട്ടു ആ പേപ്പർ. ഇനി ചോദിക്കട്ടെ, ഈ CMന്റെ ഷെയ്ഖാണല്ലോ പുലിമൈദീൻ എന്ന് പറയുന്ന ചോരക്കണ്ണനായ പുലിത്തോൽ അണിഞ്ഞു നടക്കുന്ന സൗവർണിക ഹോട്ടലിലോ എവിടെ ലോഡ്ജിലിരുന്നിട്ട് ചെയിൻ സ്മോക്കിംഗ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആള് കോളാമ്പിയിലേക്ക് തുപ്പുന്നതും കാറിക്കുലിക്കുന്നതും മൂക്ക് ഇതാക്കിയിടുന്നതും അതുപോലെ ഹാഷും സിഗരറ്റ് കുപ്പിയും മുറുക്കാൻ ചണ്ടിയും ഒക്കെ പാടെ മോന്തി കുടിച്ചു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെ കോഴിക്കോട്ടെ ഒരു ജാറത്തിന്റെ ഓണറായ UK മജീദ് മുസ്ലിയാര് പല വേദികളിൽ പ്രസംഗിച്ചു. UK മജീദ് മുസ്ലിയാര് മാത്രമല്ല, പലരും പ്രസംഗിച്ചു. ഈ ഉച്ചിഷ്ടോ അമേദ്യം ഇങ്ങനെ മോന്തി കുടിക്കണതിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഉസ്താദെ? എന്ത് മോന്തി കുടിച്ചത്? വൃത്തികെട്ട കോളാമ്പിയായി മൂക്കും പിഴിഞ്ഞിട്ടു, മുറുക്കാൻ ചണ്ടിയും തുപ്പിയിട്ടു. കാര്യത്തിലേക്ക് എന്തെങ്കിലും ശരി, ഇതൊക്കെ ഇന്ന് നിലവില് മുസ്ലിയാക്കന്മാര് പറഞ്ഞു നടക്കണ കറാമത്താണ് ഉസ്താദെ.
ഈ മനുഷ്യനെയാണ് നിങ്ങൾ വലിയുല്ലാഹി എന്ന് പറയുന്നത്. ഞാൻ അള്ളാന്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും, ഞാനത് പറയണില്ല. അങ്ങനെ പറഞ്ഞു പോയോല് ഒരു ഇയമ്പലിന്ന് പറഞ്ഞ വലിയൊരു മഹാനാണ്. അവരെ ഗുരുക്കൾ, അതായത് ഒരു ശൈഖിന്റെ ഗുരു ആരായിട്ടാണ് വരിക? അള്ളാന്റെ റസൂലായിട്ടാണ് വരിക. ആരെ പറഞ്ഞത്? ആരെ പറഞ്ഞു? ഇസ്ലാമിൽ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഇസ്ലാമിലേക്ക് വാരി വലിച്ചിടുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത്. എന്ത്? റസൂൽ എന്ന് പറഞ്ഞതിന് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംരി മിൻകും, അതൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ അത്തിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാനെ അനുസരിക്കുക, അത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ അനുസരിക്കുക. അതെ, ഇങ്ങനെയാണ് അള്ളാന്റെ റസൂലിനെ അനുസരിക്കുക. നിരുപാധികം എന്ത് നോക്കിയിട്ട് അനുസരിക്കുക? പരിശുദ്ധ ഖുർആന്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ അർത്ഥം നോക്കും? പരിശുദ്ധ ഖുർആന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അർത്ഥം വെക്കും. മുഫസ്സിരീങ്ങളായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലുള്ള ആളുകളുടെ തഫ്സീറുകൾ നിലവിലുണ്ട്. അതെ, അത് മാത്രം മതിയോ? ഹദീസുകളും ഈ തഫ്സീറുകളും അത് പല പല പണ്ഡിതന്മാരും അത് തഫ്സീർ എഴുതിയിട്ടുണ്ട് ഉസ്താദേ. ഇപ്പൊ അതൊന്നുമല്ല നമ്മളെ വിഷയം, നമുക്ക് മറ്റൊരു ചർച്ചയേക്കാം. ഇന്റെ സംശയം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് CM വലിയുള്ള എന്നാണ്, അത് തീരുമാനമാക്കണം എന്ന്. ഇനി അത് പോട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ചില വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നരാകാൻ വേണ്ടി നിങ്ങളുടെ മീശ വെട്ടിച്ചെറുതാക്കുകയും താടി നീട്ടി വളർത്തുകയും ചെയ്യുന്നത്. ഇത് ക്ലീൻ ഷേവ് ആക്കിയിട്ട് പൗഡർ കൂട്ടനായിട്ട് നടന്നിരുന്നു എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതിൽ അത്തിയൂർ റസൂലുണ്ട്. അപ്പൊ അത്തിയൂർ റസൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലിനെ അന്ധമായിട്ട് തന്നെ നമ്മൾ പിന്തുടരേണ്ടത്. ഇത് ചില ആളുകൾ കേട്ടാല് ഒരു അന്തല്ലാത്തവരാണെന്ന് പറയും. നിരുപാധിക അനുസരണമാണ്. റസൂലുള്ള പറഞ്ഞ അത് നിരുപാധികമായിട്ട് നമ്മൾ അനുസരിച്ചിരിക്കണം. CM അതനുസരിക്കാത്ത CM എങ്ങനെയാണ് പിന്നെ ഈ ഗണത്തിൽ പെടുക? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് മുഖംമൂടി മുഖം മറക്കണമെന്നല്ലേ പറഞ്ഞു? സ്ത്രീകൾക്ക് മുഖം മറക്കണോ മറക്കണ്ടേ എന്നുള്ളതൊക്കെ ഫറളായ ഒരു കർമ്മം ചെയ്യുമ്പോ മറക്കൽ ഹറാമുള്ള കാര്യത്തിനെ കുറിച്ചാണ് അത് നമുക്ക് മറ്റൊരു ചർച്ച ചെയ്യാം ഉസ്താദ്. നിങ്ങൾ പുലിവാലുമേ പിടിച്ചത് ഇപ്പോ? നിങ്ങൾ പുലിവാല പിടിച്ചിരിക്കണത്, അതായത് നിങ്ങൾ മന്തിക്ക് ഓതിക്കണോ? അല്ല, നിങ്ങൾ മന്തിക്ക് ഓതിക്കണോ? ഓതിക്കണു അല്ലേ? പക്ഷെ നിങ്ങൾ ആ മന്തിക്കോതിയ ഇതിലൊന്നും അല്ല നിങ്ങൾ സംസാരിക്കണേ. എന്തോ ആവട്ടെ, നിങ്ങളൊരു ഈ CM മടവൂർ എന്ന് പറയുന്ന ആ ഒരു ആളുടെ ഭയങ്കര ഒരു മുഹിബാണ് അല്ലേ? ഞാൻ ഭയങ്കര മുഹിബാണെന്നും പറയാൻ പറ്റൂല. ശരി, കഴിയൂല. കാരണം നമ്മളെ ഹൃദയം നമ്മക്കറിയാലോ. ആയിക്കോട്ടെ, നിങ്ങളെ ഹൃദയം എന്റെ ഹൃദയമൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന, അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി നജ്മുദ്ദീൻ ഉസ്താദെ, ഈ പറയപ്പെട്ട വ്യക്തി നിസ്കരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏത്? ഈ പുലിമൊയ്തീനുമായിട്ട് വലി തുടങ്ങിയ സമയം തൊട്ട് പിന്നെ നിസ്കരിക്കാറില്ല എന്ന്. അതിപ്പോ ഞാൻ പറഞ്ഞൊന്നുമല്ല, ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അടക്കം പറഞ്ഞു, മൂപ്പര് നിസ്കരിച്ചിട്ടൊന്നുമില്ല, റംലാനിക്ക് മൂപ്പര് ചായ കുടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി ഉസ്താദാ പറയണതേ. നിങ്ങൾ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞതൊന്നും വിലക്കെടുക്കണം. എന്ന് പറഞ്ഞാല് അതിപ്പോ ഒരാളെ പദവിയിലെത്തിയ അനുസരിച്ച് റസൂലുള്ളാഹിനെക്കാട്ടിലും വലിയൊരു പദവി ഉണ്ടോ ഉസ്താദെ? ഏതെങ്കിലും ഒരു മനുഷ്യന്, ഉമ്മ പെറ്റ ഏതെങ്കിലും ഒരു മനുഷ്യന് റസൂലുള്ളാഹിനെക്കാട്ടിലും വലിയൊരു പദവി ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാണി. ഒരാളെ സംഭവമല്ലോ, ഒരുപാട് മഹാന്മാർ അവിടെ നിൽക്കട്ടെ. ഖാത്തിമുൽ അംബിയ, ഉലുൽ അസ്മിൽപ്പെട്ട ആദം മക്കളുടെ സയ്യിദായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കാലിൽ നീര് വരുന്ന വരെയും, കാലിൽ നീര് വന്നിട്ട് പോലും അള്ളാന്റെ റസൂൽ നിസ്കരിച്ചിരുന്നു. കാരണം നാളെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക അസ്സലാ. ഞാൻ വെക്കൂല, നിങ്ങൾ കട്ട് ചെയ്ത് പോകുന്നല്ലാണ്ട് ഞാൻ വെക്കൂല. നിങ്ങൾ പുലിവാല് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞ അതാണ്. ഉസ്താദെ നിങ്ങൾ പോയോ? ഉസ്താദെ നിങ്ങൾ പോയി കരുതി ഞാൻ. ഒരാളെ വിളിച്ചതേ, അപ്പൊ അതിന് മറുപടി പറഞ്ഞതേ. അപ്പോ CM എന്ന് പറയുന്ന ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കബി, അദ്ദേഹം ബാക്കിയാത്തു സാലിയാത്ത് വലിയൂരിന്ന് ബാക്കബി ബിരുദമൊക്കെ എടുത്തിട്ട് വന്നാണല്ലോ. അദ്ദേഹം
ഒരു പള്ളിയില് ഖത്തീബായിട്ടോ ഇമാമായിട്ടോ ഒക്കെ നിൽക്കുന്ന ആ ഒരു കാലത്തിന് ശേഷം പിന്നീട് നിസ്കാരമില്ലാണ്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് മലച്ചെട്ടി കിടക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പിന്നെ സി എം വലിയാന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. സി എം ചെയ്ത് കൂട്ടിയതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാള് നിസ്കാരം മറ്റൊരാൾ കണ്ടോളണമെന്നില്ല. കണ്ടോളണമെന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പുരുഷന് ജമാഅത്ത് നിസ്കരിക്കല് നിർബന്ധമല്ലേ ഉസ്താദെ? പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കല് പുരുഷന്മാർക്ക്? പെണ്ണുങ്ങളെ കാര്യം അവിടെ കട്ടെ. പെണ്ണുങ്ങളല്ല പറഞ്ഞേ. അല്ലേ, പെണ്ണുങ്ങളെ കാര്യം അവിടെ നിൽക്കട്ടെ. പുരുഷന്മാർക്ക് മസ്ജിദിൽ പോയി ജമാഅത്തിൽ പങ്കുകൊള്ളൽ നിർബന്ധമാണോ? നിർബന്ധമാണ്. ഈ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കൂല. മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ നിന്ന് നീച്ചിട്ട് ഒരു പള്ളിയിലേക്ക് പോകൂല. ഇനി ഉസ്താദ് ഒരു കാര്യം കൂടി, ഒരാള് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരാള് പറയാ, ഒരു വലിയ ഉസ്താദാ, അല്ലെ ഞാൻ പറയട്ടെ, ആ ഉസ്താദ് പറയാണ് മൂപ്പരുടെ വീട്ടിലേക്ക് വന്നാല് മൂപ്പരുടെ ഉപ്പ, അതായത് കുട്ടികളൊക്കെ പള്ളിക്ക് വിടും, ഉപ്പാക്ക് ഇയാൾ ഇവിടെ ഇങ്ങനെ നിസ്കരിച്ചാണ്ട് ഇങ്ങനെ മുറുക്കിയും വലിച്ചു ഇരിക്കുകയാണ്, മൂപ്പരിക്കും പോകാൻ പറ്റൂല്ലോ. അങ്ങനെ ആ മോലിയാരെ ഉപ്പാന്റെ നിസ്കാരം കൂടി മുടക്കിയിട്ട് മൂപ്പർ അവിടെ കോലായ്മ ഇരുന്നിട്ട് വീടിയും വലിച്ച് മുറുക്കി തുപ്പി അങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. ഏത് ഇസ്ലാമാണ് ഉസ്താദ് അത്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരി. ഞാൻ നാളെ എം വലിയുള്ളാന്റെ മക്കാമിൽ വന്നിട്ട് ക്ഷമ പറയാൻ തയ്യാറാണ്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. അതൊക്കെ മുട്ടുഞ്ഞായത്തിന് മുണ്ടമടി എന്ന് പറയും. എന്റെ വല്യമ്മ പഠിപ്പിച്ച പഴഞ്ചൊല്ലാണത്. മുട്ടുഞ്ഞായ അല്ല ഉസ്താദെ. ഉസ്താദിനോട് ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ ക്ഷമിക്കണം. കാര്യം അള്ളാന്റെ ഔലിയാക്കള് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. നിങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള മറുപടിയല്ലേ പറയുന്നത്. നിങ്ങൾ ഈ ചോദ്യമല്ലേ ചോദിക്കാൻ. ഉസ്താദെ സി എം ചിറ്റടി മേത്തല് അബൂബക്കർ ബാക്കവി അദ്ദേഹം വലിയല്ല എന്ന് ഞാൻ ഇത്രയും സമയം കൊണ്ട് പല കാര്യങ്ങളിലൂടെ, ഇനി 100 കണക്കിന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്ട്. എന്റെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ അല്ലെങ്കിൽ വോയിസുകൾ അങ്ങനെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതൊന്നും ഇവിടെ തടസ്സമല്ല. പക്ഷെ നിങ്ങൾ പറയുന്നു അദ്ദേഹം വലിയാണെന്ന്. ഞാൻ വലിയല്ല എന്ന് തെളിയിച്ചു തരുന്നുണ്ട്. എങ്കിൽ താങ്കൾ പറയൂ, ആരെങ്കിലും വൈക്കൂടി പോണം വലിയാണെന്ന് പറഞ്ഞതല്ലാതെ ഇസ്ലാമികമായിക്കൊണ്ട് വലിയ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔലിയാന്നല്ലേ, വലിയാണ് എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ പറഞ്ഞു തരൂ ഉസ്താദെ പ്ലീസ്. സി എം എന്ത് മഹാന്മാര് പറഞ്ഞു? ഏത് മഹാന്മാര്? ആ ഫുലാനുബിന് ഫുലാൻ അത് നമ്മക്ക് ഇസ്ലാമില് ദലീലല്ല ഉസ്താദെ. ഇസ്ലാമിൽ അതൊന്നുമില്ല. നിസ്കരിക്കാത്ത അള്ളാന്റെ റസൂല് നിസ്കരിക്കാനാ പഠിപ്പിച്ചത്. ആദ്യം എടുക്കുന്ന ഹിസാബ് നിസ്കാരത്തിന്റെ അല്ലേ? അല്ല ഉസ്താദെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയണത്. നാളെ അള്ളാഹു ആദ്യം എടുക്കുന്ന ഹിസാബ് നിസ്കാരത്തിന്റെയാണ്. ഒന്ന്. രണ്ടാമത് നിങ്ങളും ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ്. നമുക്ക് അറബി പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി നിസ്കാരം പഠിപ്പിക്കല്, ഒന്നുണ്ടാക്കല് നിസ്കാരം, ഹൈലൂളി ഇഫാസുളി. അതുപോലെ തന്നെ ദർസ് പോയി കഴിഞ്ഞാൽ ബാബുസല. എവിടെ പോയാലും നിസ്കാരത്തിനെ കുറിച്ചുള്ള ചർച്ച. അതിനൊക്കെ അപ്പുറം ഇതര വിഭാഗങ്ങളുമായിട്ട്, മുശ്രിക്കീങ്ങളുമായിട്ടോ കാഫിരീങ്ങളുമായിട്ടോ നമ്മള് വിഭിന്നരാകുന്ന ഏറ്റവും വലിയ കാര്യം, അവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന ഏറ്റവും വലിയ കാര്യം 5 വക്ത നിസ്കാരമാണ്. ഈ നിസ്കരിക്കാത്തവന് എന്ത് ഔലിയാണ്? ശരീഅത്തില്ലാത്തവന് എന്ത് ഹഖീഖത്തും ത്വരീഖത്തുമാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. പഠിപ്പിച്ചു തന്നാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് തിരുത്താൻ തയ്യാറുള്ള ഒരാളാണ്. നിസ്കരിക്കാത്ത മുസ്ലിം അല്ല പിന്നല്ല ഔലിയ. അല്ല, കാണണ്ടേ? ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, അത് പോട്ടെ. അപ്പൊ ഈ ചോദിച്ചോടത്തുള്ളതൊക്കെ അവിടെ പെൻഡിങ് ആണ്. മടക്കി പോക്കറ്റിലിട്ട് കണ്ടിട്ടില്ല ഈ ചോദ്യങ്ങളൊക്കെ. എന്ത് പോണില്ലെന്ന്. ഇനി അതൊക്കെ പോട്ടെ. ഈ സി എം ഔലിയ തന്നെ ആണെന്നുണ്ട് വെച്ചോളിങ്ങള് അല്ലെ? നിങ്ങൾ പറഞ്ഞ പോലെ സി എം ഔലിയാണെന്ന് നമുക്ക് വാദത്തിനാണ് സമ്മതിക്കുക. ഞാൻ സമ്മതിച്ചൂലട്ടില്ല, എന്റെ മരണം വരെ സമ്മതിക്കൂല. വാദത്തിന് നമ്മൾ സമ്മതിക്കുക. എന്നാൽ ചോദിക്കും, ഈ സി എമ്മിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താണ് ദലീല്? ആരെ പ്രാർത്ഥിക്കാത്തത്? ഈ കേരളത്തിലെ പ്രഗത്ഭരായ 2 സമസ്ത വിഭാഗങ്ങളിൽ ഒന്ന് AP വിഭാഗമാണ്. AP വിഭാഗത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന കാന്തപുരം AP അബൂബക്കർ മൗലിയാര് പറയണത് മരണത്തിന് ശേഷം മൂപ്പരെ തദ്ബീറിലാക്കുന്നത് സി എം മടവൂരാണെന്നാ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് നിങ്ങൾ മൂപ്പർക്ക് വിളിക്കാത്ത എന്തേ?
അള്ളാന്റെ റസൂല് കഴിഞ്ഞിട്ട് ഇവിടെ ആരാ വന്നത്? അള്ളാന്റെ റസൂല് കഴിഞ്ഞിട്ട് ഇവിടെ ആരാ വന്നത്? ഖുലഫാഉൽ അർബ ഉണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുലഫാഉൽ അർബ കഴിഞ്ഞിട്ട് ആരാ വന്നത്? ഖുലഫാഉൽ അർബ കഴിഞ്ഞിട്ട് സ്വഹാബാക്കൾ തന്നെ. ആ കാലഘട്ടം സഹാബാക്കളുടെ, പിന്നെ താബിഈങ്ങളുടെ, പിന്നെ തബഉ താബിഈങ്ങളുടെ. അവരൊക്കെ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നത്? അവര് ഉസ്താദ് ഇതൊക്കെ ചിറ്റടിമേത്തൽ അബൂബക്കർ, നിസ്കരിക്കാത്ത, താടി വടിച്ചിരുന്ന, പൗഡർ ഇട്ട് നടന്നിരുന്ന, ഔറത്ത് വെളിവാക്കിയിരുന്ന, ഈ തോതിൽ ഭാര്യയെ ഒരു കാരണവുമില്ലാതെ മൊഴി ചൊല്ലിയിരുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഔലിയാക്കാൻ നിങ്ങൾ താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും സഹാബാക്കളുടെയും ശ്രേണിയിലേക്കാ പോണത്? അവരാരാണെന്നാ റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു ഉഹദ് മലയോളം നമ്മൾ കൊടുത്താലും ഓലൊരു കൈക്കുമ്പിള് കൊടുത്തോളം ആവൂല എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത്. ഹദീസ് ഇല്ല ഉസ്താദെ? നിങ്ങളിനെക്കാട്ടിലും പഠിച്ച ആളല്ലേ, എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എങ്ങനെ ആയത്? ഞാൻ പറയുന്നത് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് ഒന്നും വസ്തുത അല്ല, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കെട്ടുകഥ, മിത്തിന്റെ പിന്നാലെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഖുർആൻ പറഞ്ഞോളി. CM മടവൂര് വലിയാണെന്നുള്ളതിന് ഖുർആന്റെ ഒരു തെളിവ് തരും. ഞാൻ നാളെ മടവൂരിലുണ്ടാവും. അവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കും. നമുക്ക് രണ്ടാക്കും കൂടി സിയാർത്ത് ചെയ്യാം. അൽഫാത്തിയയും ഒക്കെ ചെല്ലിയിട്ട് നമുക്ക് പിന്നെ ദുആ ചെയ്യാം. CMനോട് നമുക്ക് ചോദിക്കണോ ചോദിക്കണ്ടേ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അവിടെ പോയിട്ട് നമുക്ക് സിയാർത്ത് ചെയ്യാം. പറയും ഖുർആൻ കൊണ്ടോ സ്വഹിയായ ഹദീസ് കൊണ്ടോ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചാത്തനും പോത്തനും പട്ടനും എഴുതിണ്ടാക്കിയതല്ല. നിങ്ങൾ പറയും, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. സിറാത്തല്ലദീന അന്നംത അലൈഹി ഒന്നുമല്ല. ഈ നിസ്കരിക്കാതെ, നോൽമ്പ് വലിക്കാതെ, സേവും ചെയ്തിട്ട് മുറുക്കും അതുപോലെ വലിക്കും ചെയ്തുകൊണ്ട് ഔറത്ത് മറക്കാതെ, ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കണ്ട, അതിന്റെ ആരെങ്കിലും ചെലവിന് കൊടുത്തോളൂ, അതിന്റെ അടുത്തുനിന്ന് പോയി കടക്കാത്ത ആ മനുഷ്യനെ നിങ്ങൾ ഈ ന്യായീകരിക്കുന്നത്. സിറാത്തല്ലദീന അന്നംത അലൈഹി എന്നാ പറയുന്നത്. ആര്? ചിറ്റടിമേത്തൽ അബൂബക്കർ. എന്താ ഉസ്താദേ, നിങ്ങൾക്ക് തീരെ ഒരു ഇതില്ലട്ടില്ലേ? നിങ്ങൾ പഠിച്ചതൊക്കെ മറന്നു. നിങ്ങൾ എന്തോ ത്വരീഖത്തിന്റെ പിന്നാലെയാണ്. ഏപിക്കാര് പറഞ്ഞേക്കാളും കഷ്ടമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഏപിക്കാർക്ക് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതും ഇല്ലാണ്ടേ. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ കളിയാക്കുന്നില്ല. ഞാൻ എന്റെ നജമുദ്ദീൻ ഉസ്താദിനെ നേരിട്ട് കാണാത്ത വല്ലാഹി ഹക്ക്, ഇന്ന് 2 ദിവസം മുമ്പ് നിങ്ങൾ വിളിച്ചിരുന്നു. ഞാനൊരു വീഡിയോയിൽ പറയുക പോലും ചെയ്തു, നജമുദ്ദീൻ ഉസ്താദ് വിളിക്കുന്നുണ്ടെന്ന്. ഓർമ്മ ഉണ്ടോ? ഒരു തിരുവനന്തപുരത്തുകാരൻ വിളിച്ച് സംസാരിച്ച നിസാമുദ്ദീൻ, അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു നജമുദ്ദീൻ ഉസ്താദ് വിളിക്കുന്നുണ്ട് എന്ന് പോലും പറഞ്ഞിരുന്നു. അതിനു മുമ്പെയോ ശേഷമോ എനിക്ക് നിങ്ങളറിയില്ല. ഇപ്പൊ ഈ വിളിച്ചപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ കോൾ വരുന്നത്. മുമ്പ് വിളിച്ച ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. എനിക്ക് നിങ്ങളെ മുൻപരിചയമല്ല. ഇനി നിങ്ങൾ എന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ തമ്മിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പായിക്കൊണ്ട് നജമുദ്ദീൻ ഉസ്താദ് എനിക്ക് പറഞ്ഞു തരേണ്ടത്, CM എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ഔലിയ ആണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? തെളിവ് എന്ന് പറഞ്ഞാൽ ഇസ്നാദുകളിലൂടെയാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണോ? ഇസ്നാദുകളിലൂടെയാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. സത്യമാണോ? ഏത് മശായിഖ്? ഒരു ഹദീസ് കൊണ്ട് നിങ്ങൾ ഒരു മശായിഖിനെ പറഞ്ഞെന്നാണ്? ഒരു ഈ സൂഫി ത്വരീഖത്തിന്റെ നിങ്ങൾ കണ്യാല മൗലന്ന് കേട്ടിക്കണോ? അബ്ദുല്ലാജി, കണ്യാല അബ്ദുല്ലാജി. എനിക്ക് പറയട്ടെ കണ്യാല അബ്ദുല്ലാജി എന്ന് കേട്ടിക്കണോ? ആ കണ്യാല അബ്ദുല്ലാജിയുടെയൊക്കെ പിന്നെ ചിസ്തി ത്വരീഖത്തും അതിന്റെ സിൽസിലയും കരസ്ഥമാക്കിയ ആളാണ് ഞാന്. പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോ അത് പേച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കുകയും ചെയ്തതാണ്. ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോളേ. നിങ്ങൾ ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചില്ല. ആരെ കുറിച്ചിട്ട്? കണ്യാല മൗലനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന്റെ മുമ്പേ ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞ സാധനം ഇതിങ്ങനെ വളഞ്ഞു റസൂലിലേക്ക് എത്തുന്നുണ്ട് പറഞ്ഞത്. റസൂലിലാണല്ലോ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞോളിയും. ഇങ്ങനെ സൂഫിയാക്കൾ ഇങ്ങനെ ത്വരീഖത്തായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ ഒരു ഹദീസ് കാണിച്ചെന്നാണ്. നിങ്ങൾ നജമുദ്ദീൻ ഉസ്താദ് വെറുതെ എഴുതിച്ചിക്കോണ്ട് നിങ്ങൾ മൊല്ലാക്കിയാണ്. അല്ലാണ്ട് നിങ്ങൾ ഒരു ഹദീസും പറഞ്ഞിരുന്നില്ല, ഒരു ആയത്തും പറഞ്ഞിരുന്നില്ല. കേട്ടില്ല. ഷാദുലി റാത്തീബ് ഏതോ ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു സാധനം. അതിലെന്തിനാ ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ അതില്ല, ഈ പറഞ്ഞ ഷാദുലി ഇല്ല. തെളിയിച്ചോളി. ഞാൻ നാളെ എന്റെ കുടിയിൽ മൂല്യന്മാരെ കൊടുത്തിട്ട് ഷാദുലി റാത്തീബ് ചാടും.
മനാമിനെ കുറിച്ച് മനാമ് എന്ന് പറഞ്ഞ സ്വപ്നാണ്. സ്വപ്നം പ്രവാചകന്മാരുടെ സ്വപ്നമാണ് വഹ്യ്. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ മുത്തുപേട്ടയിലത്തെ ജാറത്തിന്റെ ദലീൽ എന്താണ്? സ്വപ്നാണ്. ഈ ഏർവാടിയിലെ സിക്കന്ദർ ബാബയല്ല, ഇബ്രാഹിം ബാദുഷി എന്താണ്? സ്വപ്നാണ്. എന്തിന്? കേട്ടില്ല. അതിന് വിശ്വാസമില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശബ്ദം വളരെ കുറവാണ്. ഇൽമിനെ കുറിച്ച് വിശ്വാസം ഉണ്ടോ? അതെന്താണ് ആ ഇൽമ്? എന്നാ പറഞ്ഞ അല്ല, നിങ്ങൾ പറഞ്ഞോളിയും. നേരിട്ട് കൊടുക്കുന്ന ഇൽമാണ്. നേരിട്ട് ഇപ്പൊ ഇവിടെ ഉള്ള ഈ ആളുകൾക്കൊക്കെ അല്ല നേരിട്ടിട്ട് ഇങ്ങനെ ഇൽമ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാലേ അത് വിശ്വസിക്കാൻ എനിക്ക് ഓളല്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഫോളോ ചെയ്യുന്നത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഇജ്മാഉ ഖിയാസ്, ഇതിൽ നിന്ന് പറഞ്ഞോളി നിങ്ങള്. അങ്ങനെ അല്ല നേരിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെന്നുള്ളത്. നിങ്ങൾക്ക് ജീവിതകാലത്ത് ഏതെങ്കിലും മഹാന്മാരും എന്താ ഈ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അറബി വാക്ക് എന്താണ്? നിങ്ങൾ ഈ സമസ്ത മുസ്ലിയാക്കന്മാർ ഈ സാധുക്കളെ പറ്റിക്കണ പോലെ ഇന്നെ പറ്റിക്കാൻ പറ്റൂല. മഹാന്മാരെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ആരാണ് മഹാന്മാര്? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മഹാന്മാർ ആരൊക്കെയാണ്? ഞാൻ കേക്കാം. അതല്ല, കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും മഹാന്മാര് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തില്? മഹാന്മാര് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് കേരളത്തിൽ ഏതെങ്കിലും മഹാന്മാരുണ്ടോ? അഞ്ജനം എന്നത് എനിക്കറിയാം, മഞ്ഞള് പോലെ വെളുത്തിട്ട്. ഇതിന് മറുപടി എനിക്ക് ഇതേ തരാനുള്ളൂ. ഇനി പറഞ്ഞോളി ബാക്കി. പറയുന്ന കേൾക്കുന്നതിന് മുമ്പ് എന്താണ് മഹാൻ നിങ്ങൾ പറയാൻ തയ്യാറാണോ? മഹാൻ എന്നുള്ള വാക്ക് മലയാളാണേ. മലയാളത്തിൽ ദീന് മലയാളത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. നമുക്ക് സംസാരമൊക്കെ മലയാളത്തിലാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറബിയിലോട്ട് പോരട്ടെ. ആ, മഹാൻ എന്ന് പറഞ്ഞ സാധനത്തിനെ ഏത് ഹദീസ് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് അമ്മയെ പഠിപ്പിച്ചത്? അള്ളാഹു ഏത് ഹദീസ് ആയത്തിലൂടെയാണ് പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണല്ലോ. പറഞ്ഞോളി. ഏതൊക്കെയാണ്? ആരൊക്കെയാണ്? സൂറത്തുൽ നിസാഇൽ പറഞ്ഞാണല്ലോ മഹാന്മാര്. ഓലെ ലക്ഷണം എന്താണ് ഉസ്താദെ? ഈ സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണോ? നിസ്കരിക്കാതെ മുറുക്കിയിട്ടും സിഗരറ്റ് വലിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങൾ വലിച്ചിട്ടും ഇങ്ങനെ മറച്ചു കെട്ടിയിട്ട് ഔറത്തും വെളിവാക്കിയിട്ട് സ്വർണ്ണവാച്ചും കെട്ടിയിട്ട് പിന്നെ പുക്കളും കാണിച്ചിട്ട് പൗഡർ കുട്ടപ്പനായിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കുടിക്ക് പറഞ്ഞയച്ചിട്ട് കിടക്കലാണോ സ്വാലിഹീങ്ങളുടെ ഉദാഹരണം? എന്താണ് നജ്മുദ്ദീൻ ഉസ്താദ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ ഉമ്മത്തെ എങ്ങനെ പേച്ചു പോയത്? അള്ളാന്റെ റസൂൽ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇത് സൂഫി ത്വരീഖത്താണ്, ഷിയായിസമാണ്, ബറേൽവിസമാണ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളാണ്. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ CM വലിയാണെന്നുള്ള തെളിവ് തരും. മഹാന്മാര് പറഞ്ഞൊന്നും എനിക്ക് പറ്റൂല. അല്ലാന്നുള്ളതിന് തെളിവ് ഞാൻ തന്നു കഴിഞ്ഞു. മനസ്സിലായോ മഹാന്മാര്? എന്താണ് മഹാൻ എന്ന് പറഞ്ഞാല്? അല്ല, മഹാൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ പറയുന്നത് മഹാൻ എന്ന് പറഞ്ഞ സ്വാലിഹീങ്ങൾ എന്ന്. ശരി, ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ പരിചയപ്പെടുന്ന നിസ്കരിക്കാത്ത, നോൽമ്പൊലിക്കാത്ത, ഈ തരത്തിലുള്ള കുടുംബജീവിതത്തിന്റെ വില കൽപ്പിക്കാത്ത ആളുകളെയാണ് നിങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാല് CM മഹാൻ എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള്? എന്തിനാ ഇനിയിപ്പോ കൂടുതൽ പറയണത്? വല്ലാത്ത യാതി ഉസ്താദേ. നിങ്ങൾ പുലിവാല് പിടിച്ചിക്കണോ? നിങ്ങൾ CM വലിയുള്ളയാണ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അല്ലെങ്കിൽ ഞാൻ അത് തിരുത്തി കാണിച്ചു തന്നിട്ടുണ്ട്, തെളിയിച്ചോളൂ. നിങ്ങൾ ഇനി അങ്ങോട്ടൊന്നും പോണ്ട. നിങ്ങൾ ഈ കാട് കയറി പോണ്ട. CM വലിയുള്ളയാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കണേ. എന്നാ ഉറപ്പുണ്ട് പറഞ്ഞോളി. നിങ്ങൾക്ക് എങ്ങനെയാ ഉറപ്പുണ്ടായത്? നിങ്ങൾക്ക് വഹിയുണ്ടോ? അല്ല, നിങ്ങൾക്ക് വഹിയുണ്ടോ? അല്ലെങ്കിൽ വഹിയുള്ള ആളുകൾ ആരെങ്കിലും അത് പറഞ്ഞു തന്നിട്ടുണ്ടോ? അതന്നെയാണ് പറയേണ്ടത്. CM വലിയുള്ളയാണെന്നുള്ളത് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങൾക്ക് വഹി ഉണ്ടാവണം, അല്ലെങ്കിൽ വഹിയുള്ള ആരെങ്കിലും പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ്. അവിടത്തോടെ വഹി നിലച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൽമിനെ കുറിച്ചിട്ട് റസൂലുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ആസാറു സ്വഹാബ എന്നുള്ള ആ മൻഹജു സലഫ് അനുസരിച്ച് പോകുന്ന ഒരാളാണ്. സ്വഹാബാക്കൾ വിശ്വസിക്കാത്തൊരു കാര്യത്തിക്ക് ഏതെങ്കിലും അണ്ടനും അടങ്ങോടനും പറഞ്ഞു പറഞ്ഞാൽ ഞാൻ വരൂലേ. എനിക്കതിന്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്നറിയോ? കിതാബുള്ള വസുന്നത്ത് റസൂലുള്ള. അതാണ് റസൂലുള്ള ഇവിടെ ഉപേക്ഷിച്ചു പോണത്.
ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും നിലകൊണ്ട ചര്യ അന്നേ ദിവസം ആര് നിലകൊള്ളുന്നുവോ ആ ദിവസത്തെ ചര്യ പോലെ അതാണോ നിങ്ങൾ ഈ പറഞ്ഞു തരുന്നത്? എനിക്ക് ഇത് വിശ്വസിച്ചോളുന്നുണ്ടോ? നിങ്ങളെ ചര്യതാ ഒന്ന് പറഞ്ഞേ. എന്ത് നിങ്ങൾക്കൊരു ചര്യ ഉണ്ടല്ലോ, അഹ്ലു സുന്ന വൽ ജമാഅ മൻഹജുസ് സലഫ്. അതിപ്പോ അതിന്റെ നിങ്ങളെ ആള് പാരാ? എന്റെ ആള് കിതാബുല്ലാ സുന്നത്ത് റസൂലുള്ളാ. ഉസ്താദേ, ഇന്നെ ചോദ്യം ചെയ്യാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങള് ഇത്രയും നേരം സംസാരിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതെന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ CM വലിയുള്ള എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരം തുടങ്ങിയത്. തെളിയിക്കു ഉസ്താദേ, എന്നിട്ട് അവൻ നമുക്ക് എന്റെ വിത്തും പേരോ കളക്കല്. ഈ പറയുന്ന ഇന്നൊക്കെ അടിസ്ഥാനമാണല്ലോ. എന്റെ അടിസ്ഥാനമൊക്കെ വളരെ കറക്റ്റാണ്. നിങ്ങൾ അടിസ്ഥാനമായിട്ട് പറഞ്ഞോളൂ. CM വലിയുള്ള എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ വെളിവില്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്തിന്റെ തീരുമാനാക്കി? നിങ്ങൾ എങ്ങനെയായി പറഞ്ഞു പോണത്? ഞാൻ പറഞ്ഞിരിക്കണു നിങ്ങൾ പുലിവാലിമയെ പിടിച്ചിരിക്കണു. നിങ്ങൾ മന്തിക്ക് ഓതിക്കണോന്ന് ചോദിച്ചത് അതിനാണ്. അത് ഓതിയ മൂല്യമാരുടെ സ്വഭാവം എനിക്കറിയാം. ഞാൻ അതുമ്പോ പിടിച്ചു തൂങ്ങുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല അല്ലേ? CM വലിയുള്ള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് അതാണ് തെളിയിച്ച ബാക്കി നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാം. നേരം വെളുക്കോളോ നാളെ അന്ത്യോളോ ഇരുന്നിട്ട് എല്ലായിടത്തും പറഞ്ഞ ടോപ്പിക്കാണിത്, ഒരു വാക്കാണിത്. ഞാൻ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കും. നിങ്ങളുടെ അടുത്തേക്ക് നാളെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തും. എന്റെ അടുത്തേക്ക് കോഴിക്കോട്ട് വരാനുള്ള വണ്ടിക്കൂലി ഉണ്ട്. അല്ല, എന്റെ വണ്ടിയിൽ എണ്ണ ഉണ്ട്. ഞാൻ അത് എടുത്തിട്ട് വരും. എന്നിട്ട് നിങ്ങളെ അടുത്ത് വന്നിട്ട് നമ്മൾ രണ്ടാളും കൂടിയും CMന്റെ മക്കാമിൽ പോകും. ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും. പറഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ തിരുത്തും, എടുത്തു ഒഴിവാക്കും. ചാനല് വേണമെന്നുണ്ടെങ്കിൽ ആ പഴയ ചാനലൊക്കെ പൂട്ടിയിട്ട് പുതിയ ചാനൽ തുടങ്ങും. CM വലിയുള്ളക്ക് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങും. നിങ്ങൾ പറഞ്ഞോളൂ CM വലിയുള്ളയാണെന്നുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ഇനി വേറെ ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഈ കാലത്ത് ഖുർആനാണെന്ന് പറഞ്ഞു വേറൊരാളും ഇല്ലല്ലേ? എന്ത് അങ്ങനെ വിശ്വസിക്കാൻ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എങ്ങനെ? അതായത് സുന്നത്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ സുന്നത്തും ഖുർആനും മാത്രം മതി അല്ലേ? അത് മതി. ഹദീസുണ്ട്. ഹദീസുണ്ട്. നിങ്ങളെ പോയിട്ട് ഹദീസ് പഠിച്ചു മോലിയരെ. ഹദീസ് ഏതാണ്? ഇവിടെ സ്വഹാബത്തിനോട് പറഞ്ഞത് ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് കിതാബുള്ളയും സുന്നത്ത് റസൂലുള്ളയുമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹദീസ് നമുക്ക് തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, ചെങ്ങ അയക്കാം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെ ഹദീസുകൾ കണ്ടിട്ടില്ല. ഏതായാലും അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുള്ള നിങ്ങള് ആരാണ് ഫിർഖത്തുൻ നാജിയ ആരാണ് എന്ന് പറഞ്ഞു. അത് ഇന്നേ ദിവസം മാന അലൈഹി അൽയൗമ വഅസ്ഹാബിഹി, ഓലാണ് സ്വർഗത്തിന്റെ അവകാശികള്, ഓലാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഹദീസാണ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്യാം. പിന്നെ ഇനിയുണ്ട് തീർന്നിട്ടില്ല. അല്ലയോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മൻതു അലൈക്കും നിഅമതി വറലതു ലക്കുൽ ഇസ്ലാമ ദീന. ഒന്ന് അർത്ഥം വെച്ച് എന്നാണ് ലഫ്ലും വെച്ചോണ്ട് അർത്ഥം വെച്ചോളി. എനിക്ക് തഫ്സീറൊന്നും വേണ്ട, അതിന്റെ വാക്കർത്ഥം മതി, ലഫ്ലർത്ഥം മതി. അപ്പൊ ഉസ്താദേ, നജ്മുദ്ദീൻ ഉസ്താദേ പോയോ? ഒന്നുകിലും നിങ്ങൾ കട്ട് ചെയ്ത് പോകുകയും അല്ലെങ്കിൽ വർത്താനം പറയും. അപ്പോ CM വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. ഞാൻ പറയുന്നു CM വലിയുള്ള അല്ല. കാര്യം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. CMനെ ചിലപ്പോ ഈ കാര്യത്തിലൊക്കെ CM രക്ഷപ്പെട്ടേക്കാം. അദ്ദേഹത്തിന് തക്ലീഫില്ലാത്തൊരു അവസ്ഥയുണ്ട്. നിങ്ങളെ ആളുകളൊക്കെ പറയുന്നുണ്ട് മജ്ദൂബാണെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. പക്ഷെ ഇത് പറഞ്ഞു നടക്കണ നിങ്ങളെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കണോ? നാളെ നിങ്ങളെ ഫോണ് കട്ട് ചെയ്യണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോയിക്കോളി, അല്ലെങ്കിൽ സംസാരിക്കുകയും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അല്ലേ നമ്മൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ കട്ട് ചെയ്യൂല, വർത്താനം പറയൂല, പിന്നെ അപ്പൊ നിവൃത്തില്ല. എനിക്കിപ്പോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല്ലോ. നജ്മുദ്ദീൻ ഉസ്താദേ അപ്പോ വിളിച്ചതിൽ സന്തോഷം, പരിചയപ്പെട്ടതിലും. ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങള് ഇത് കട്ട് ചെയ്യാണ്ട് പോയിക്കായിരുന്നു. അത് ശരി. ഞാൻ നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങത് ആരത്തേലും ചോദിച്ചോ? അല്ല, നിങ്ങൾ ആരത്തേലും ചോദിച്ചോ CM വലിയുള്ള എന്നുള്ള തെളിവ്? അതിനാണോ പോയത്? അല്ല, അതന്നെയാണ് ഇപ്പഴത്തെ വിഷയം. എന്റെ വിഷയം അതാണ്. അത് തീരുമാനമാകാതെ മൻസൂർ ഇവിടുന്ന് അനങ്ങൂല. പറ്റൂല ഉസ്താദേ, പറ്റൂലേ. നിങ്ങൾ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ?
ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, CM വലിയുള്ളയാണ് എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. ഓക്കെ, ഞാൻ അംഗീകരിക്കാന്ന് പറഞ്ഞല്ലോ, എനിക്കത് തെളിയിച്ചു തന്നോളി. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കാര്യം ചോദിക്കുന്നതിന്റെ മുമ്പ് ഇതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടോ നിങ്ങളത്? ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടോ? കന്യാല മൗലിന്റെ അടുത്ത് എന്ത് കന്യാല കന്യാല മൗല അവിടെ നിൽക്കട്ടെ. കന്യാല മൗല ഇവിടെ പെരുന്തവണ്ണ, നിങ്ങളെക്കാട്ടിലും അടുത്താണ് എനിക്ക്. അതവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തിന് തീരുമാനം ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് മറുപടി ഒന്നും വേണ്ട, നമുക്ക് സംസാരിക്കാം. ഒരു കാര്യത്തിന് ഇതോ ഇത് CM വലിയുള്ളയാണ് എന്നുള്ളതിന് തെളിവ് എന്താണ് നിങ്ങളെത്തുള്ളത്? തെളിവാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെളിവാണ് നിങ്ങൾ പറഞ്ഞിരിക്കണത്? നിങ്ങള് പച്ചക്കളവ് പറയല്ലേ? CM വലിയാണെന്നുള്ളതിന് തെളിവെന്താണ്? അള്ളാന്റെ വലിയാണെന്നുള്ളതിന്, ഷെയ്ത്താന്റെ വലിയ എന്നുള്ളതിന് എനിക്ക് തെളിവ് വേണ്ട. അള്ളാന്റെ വലിയാണെന്നുള്ളതിന്റെ തെളിവെന്താണ്? സ്വയബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹു വിലായത്ത് നൽകുമോ? ശരീഅത്തില്ലാത്തവന് ഹക്കീക്കത്തുണ്ടോ, ത്വരീക്കത്തുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ എന്താ ഉള്ളത്? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾക്ക് പറയാൻ പാടുണ്ട്. നിങ്ങൾ നേരം വെളുക്കോളം പറഞ്ഞാലും തീരൂല. നിങ്ങളെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ തെളിവുണ്ടാക്കിയാലും ലാ ബുർഹാന ബിഹി. അള്ള പറഞ്ഞതാണ് ഖുറാനില്. അള്ള ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇല്ല. പറയും CM വലിയാണെന്നുള്ളതിന്റെ തെളിവെന്താ? അറബി വാക്കൊക്കെ അവിടെ വെക്കട്ടെ, നമ്മളിപ്പോ മലയാളത്തിൽ സംസാരിക്കണ്ടല്ലോ. എന്ത് ഇസ്ലാം മനസ്സിലാക്കിയെന്ന് പോലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയവർത്താണ് പേച്ചിക്കണത്. കിതാബുല്ലാ സുന്നത്ത് റസൂൽ അതിൽ നിന്നാണ് പറഞ്ഞോളി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓല അഭിപ്രായമൊക്കെ ഓല കുടിയിൽ വെച്ചാൽ മതി. ഏത് പണ്ഡിതൻ എന്ത് പറഞ്ഞോ അത് കിതാബുല്ല സുന്നത്ത് റസൂലിനെ അടിസ്ഥാനമാക്കിയിട്ടാവണം. ഇത് നിങ്ങൾ കിതാബുമൊക്കെ ഒന്നും പോണ്ട ഉസ്താദേ. നിങ്ങൾ ഇതിന് തീരുമാനം ഉണ്ടെന്നോ ഇല്ലാന്നോ പറയും. നമുക്ക് ഒന്നുകിലോ സംസാരം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇതിന് തീരുമാനം ഉണ്ടോ? CM വലിയുള്ളയാണെന്ന് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളി. CM വലിയുള്ള അല്ല എന്നുള്ളത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്തിനാ നിങ്ങളത് ഏറ്റുപിടിക്കണേ? ഞമ്മളല്ല, ഇങ്ങള്. ഞമ്മളില്ല, ഇങ്ങള്. ഏത് കുരിക്കൻ? ഏതാ കുരിക്കന്? CM ഔലിയാണെന്ന് പറഞ്ഞ കുരിപ്പേതാണ്? നിങ്ങൾ പറയും. ഇങ്ങനത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കാൻ പാടില്ലായിരുന്നു. CM വലിയുള്ളെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. CM ഞങ്ങൾ എന്തോ ആയിട്ട് കണ്ടോളി. ഇന്നെ പഠിപ്പിക്കാൻ വരരുത്. പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പഠിപ്പിച്ച് മുഴുവനാക്കി പഠിപ്പിച്ചു തരണം. ഇത്രയും മോശമായിട്ട് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്താ ഞാൻ തെരി പറഞ്ഞേ? നിയമങ്ങൾ വഴി ആ ശരീരത്തിന്റെ നിയമം എന്ന് പറഞ്ഞ നിങ്ങള് അല്ല, ഞാൻ ആരെയും തെരി പറഞ്ഞേ? അല്ല, നിങ്ങൾ CM വലിയുള്ളാനെ എന്തൊക്കെ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞേ? അതെ, CM വലിയുള്ളാനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? CM വലിയുള്ള നിങ്ങൾ ആ വലിയുള്ളയാണ് വെച്ചാ വലിയുള്ളന്റെ തെളിയിച്ചേരിയും ഞാൻ പറഞ്ഞൊക്കെ പിൻവലിക്ക. ഞാൻ ക്ഷമ പറയാ, മാപ്പ് പറയാ. നിങ്ങൾ പിന്നെയും പറയും CM വലിയുള്ളയാണ്. എന്നാ എങ്ങനെയാണ് CM വലിയുള്ളത്? അത് മഹാന്മാര് പറഞ്ഞു. ഏതാ മഹാന്മാര്? അത് കുരിക്കന്മാരാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദ്? നിങ്ങൾക്ക് ഒന്നുകിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ നുണ പറയാനുള്ള അറിവേലും വേണം നിങ്ങൾക്ക്. ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് എന്ത് അസാധാരണ മനുഷ്യനോ? അസാധാരണ മനുഷ്യനോ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? അല്ല, നിങ്ങൾ കോഴിക്കോട് എവിടെയെന്നാ പറഞ്ഞ കറക്റ്റ് സ്ഥലം പറഞ്ഞാണ്? ഒരു സംശയം. കോഴിക്കോട് കറക്റ്റ് ഒന്ന് നിങ്ങളുടെ ആ സ്പോട്ട് ഏതാണ്? നിങ്ങളുടെ സ്ഥലം ഏതാണ്? കോഴിക്കോട് എവിടെ നിങ്ങൾ വിളിക്കണേ? കോഴിക്കോട് മുക്കാണ് അല്ലേ? ആ ശരി. ഉസ്താദെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങള് അല്ലേ ഇവിടെ എല്ലാരും പറയും ഞാൻ ആരെയും പറയാൻ അനുവദിക്കുന്നില്ല. പറഞ്ഞോളി. CM വലിയാണെന്നുള്ളതിന്റെ തെളിവുണ്ട് പറഞ്ഞോളി. വേറൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. സാധാരണ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും സാധാരണ മനുഷ്യനോ? നിങ്ങൾ ഒന്ന് ശബ്ദം കുറവാണ്. എന്റെ ആണെങ്കിൽ നല്ല ശബ്ദമുണ്ട്. 3000 വാട്സാണ്. നിങ്ങൾ 300 വാട്സും കൂടി ഇല്ല. ഒന്ന് ഉറക്കെ പറയും. ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിന്റെ ഇസ്ലാമിക രീതി ഞാൻ ആരെ പറഞ്ഞത്? ഞാൻ ആരെ പിന്നെ മോശമായിട്ട് പറഞ്ഞത്? അതെന്നാ പറഞ്ഞത്? CM വലിയുള്ള നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വലിയുള്ള എന്നെന്നാണ് തെളിയിച്ചു തരും. വലിയുള്ള ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്ത് മോശം ഞാൻ പറഞ്ഞിരിക്കണത്? പല ആളുകളും പറയാറുണ്ട് ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂടാകുകയാണെന്ന്. ഇതിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ അതിലൊന്നും തെറ്റിയിരിക്കണം. ഞാൻ ചൂടായിട്ടൊന്നുമില്ല. ഇങ്ങക്ക് തെളിയിക്കാം. പൂർണ്ണമായിട്ടും ഞാനിവിടെ കേട്ടിരിക്കും. അതെനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നജ്മുദ്ദീൻ ഉസ്താദിന്റെ അടുത്ത് ഞാൻ വരും, CMന്റെ അടുത്ത് ഞാൻ വരും. ഇനിയിപ്പോ കാന്തപുരത്തിന്റെ അടുത്ത് പോയിട്ടും ക്ഷമ പറയും. ആരുടെ അടുത്തും ആണല്ലോ ക്ഷമ പറയാൻ ഞാൻ തയ്യാറാണ്.
ഞാൻ തിരുത്താന്ന്. ഞാൻ കബറിന് സുജൂദ് ചെയ്ത് നടന്നിരുന്നൊരു ജാഹിലിയ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കിതാബുല്ലയിലേക്കും സുന്നത്ത് റസൂലിലേക്കും മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാ CM വലിയാണെന്ന് തെളിയിച്ചോളി. വേറെ വർത്താനത്തിനാണെങ്കിൽ എനിക്ക് പച്ച വേറെ വീഡിയോ ചെയ്യാണ്ട്. വലിയ മാറ്റം ഉണ്ടെങ്കിൽ എങ്ങനെ അല്ല നിങ്ങള് പല ആളും പോയതാണല്ലോ. ആരെടുത്ത് പോയത്? കണ്യാല മോലിന്റെ അടുത്ത് പോയതാ. അതിലൊന്നും കാര്യമില്ലാന്ന്. അതല്ല അതന്നെ അവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യമല്ല. ആ വണ്ടിക്കൂലി പോയി കിട്ടും, എണ്ണക്കായി പോയി കിട്ടും. അതെ ഞമ്മക്കൊരു നേട്ടം വേണല്ലോ. എന്ത് നേട്ടം? നമ്മക്ക് നേട്ടം വേണോ? അല്ല പറഞ്ഞതോ അള്ളാന്റെ റസൂല് പറഞ്ഞതോ അനുസരിച്ച് ജീവിക്കുക. വേറൊന്നും നോക്കണ്ട. വേറെ ആര് പറഞ്ഞേക്കും പോട്ട. അല്ല എന്തേ പറഞ്ഞു മാക്കാലല്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി എന്തേ പറഞ്ഞ് വമാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാസ്. പിന്നെന്തിനാണ് ഈ പട്ടണം പൊട്ടനും പിന്നാലെ നമ്മള് പോണ്? ഒരു പ്രവാചകൻ ഉണ്ടായി അവിടെ. മുത്തനബി പറഞ്ഞത് കൊണ്ടാണ് സാഹത്തിന് മനസ്സിലായി. അതല്ലാണ്ട് സാഹത്തിന് മനസ്സിലാവില്ല. നിങ്ങളിപ്പോ എന്നെ പഠിപ്പിച്ചാൻ വന്നിക്കാണ്. പക്ഷെ ഞാൻ ചോദിച്ചതിനോ നിങ്ങളടുത്ത് മറുപടി ഇല്ല. എന്തിനാ ഉസ്താദെ വെറുതെ നമ്മൾ നേരം പായാക്കണത്? വെറുതെ സമയം കളയുന്നത് എന്തിനാ? നിങ്ങളിപ്പോ നിങ്ങൾക്ക് എന്താ എന്നെ പഠിപ്പിച്ചു തരാൻ കഴിയാ? CM വലിയുള്ളയാണെന്ന് തെളിയിക്കാനും പോലും കഴിയാത്ത നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്ത് തിരുത്താൻ നിങ്ങൾ വന്നിക്കണത്? CM വെളിവില്ലാഹിയാണ്, അതിലൊരു സംശയമല്ല. അല്ലെങ്കിൽ തെളിയിച്ചോളി. ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് പറഞ്ഞ ആട്ട് വിശ്വസിക്കണ്ടേ? എന്തേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അല്ല ആരെങ്കിലും കേട്ടോ അദ്ദേഹം CM വലിയുള്ളയാണെന്ന് പറഞ്ഞു എന്നുള്ള തെളിവ്? മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വല്ലാത്ത യാതി ഉസ്താദെ. ഇങ്ങനെ നമ്പർ കാണുമ്പോഴത്തേന് വേഗം പോയിട്ട് വിളിക്കരുത്. കാര്യം നിങ്ങൾ ദീൻ പഠിച്ച പോലെ ആവൂല മറ്റുള്ളവർ ദീൻ പഠിച്ചിട്ടുണ്ടാവുക. ഐല മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിച്ച് അമല് എന്ത് അതെ ബനു ഇസ്രായേലേ അള്ളാഹുവിന്റെ മൂസാ നബിയോട് ചോദിച്ചില്ലേ ഇതിനും മറുപടി? എന്താ ചോദിച്ചത്? ബനു ഇസ്രായേല് എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമയോട് ചോദിച്ചത്? പല സംഭവം ഒന്നല്ല. ഈ ചോദിച്ചൊരു പ്രത്യേക സംഭവം ഉണ്ട്, അത് ചോദിച്ചോളി. ഇപ്പൊ പിഴച്ച വാദത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബനു ഇസ്രായേലിന് ചോദിച്ചു എവിടെ എന്റെ അള്ളാന്നാ ചോദിച്ചത്. നിങ്ങൾ ഈ പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന ആള് വലിയാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അത് എവിടെ തെളിയിക്കി എന്ന് പറഞ്ഞതും ഇതുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. എന്താ മൂല്യരെ നിങ്ങളൊക്കെ എന്നാ നിങ്ങളൊക്കെ അന്തം വെക്കുക? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും CM അബൂബക്കർ അങ്ങോട്ടാണ് നിങ്ങൾ പോണേ. CM അബൂബക്കർ അവിടേക്ക് എത്തിയാലോ? അൽഹംദുലില്ലാഹ്, അലിഫ് മബ്രൂക്ക്, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, അലിഫ് മബ്രൂക്ക്. CM അബൂബക്കർ എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. മതി, അവിടെ നിർത്തിക്കോളി. ഇനി അദ്ദേഹം ഒരു അറബി കോളേജിൽ പോയിട്ട് ബാക്കവി ബിരുദം എടുത്തു കുറിച്ച് അതും കൂടി പറഞ്ഞോളി. എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് CM വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. ഇപ്പൊ എന്താക്കി? CM അബൂബക്കർ എന്ന് പറഞ്ഞു. യെസ്. അല്ല ഞാൻ മന്തിക്കോതി ഉസ്താദ്മാരുടെ നിന്നാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ അതുമ്പോ തന്നെ തൂങ്ങും. അവിടെ ഈ CM അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന ആള് ജോലി ചെയ്യുന്ന പള്ളിയുടെ മുമ്പ് പോയിട്ട് സുബൈദ വിളിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ സഹോദരി അബൂബക്കറേ ഇജ്ജൊരു പെണ്ണിനെ കെട്ടിയിട്ട് കുടി കൂടുന്നാക്കിയിട്ടുണ്ടല്ലോ, അതിന് ചെലവിന് കൊടുക്കണ്ടേ, അതിന്റെ അടുത്തേക്ക് പോണ്ടേന്നാ ചോദിച്ചത്. അന്ന് CM അബൂബക്കറേന്നും വിളിച്ചില്ല ടാ, അബൂബക്കറേന്നാ വിളിച്ചത്. ഇത് നിങ്ങളെ ഔലിയ പാപ്പാനെ. വലിയൊരു കാര്യമാണ് ചെയ്തത്. അതായത് കന്യാലം മോലിന്റെ അടുത്ത് പോയി തിരിച്ചു പോകുന്ന ഒന്നുമില്ലാന്നും പറഞ്ഞ എന്തേ? അതിനേക്കാൾ വലിയ തെറ്റുണ്ടോ? എന്ത് തെറ്റ്? അവിടെ പോയതായിരുന്നു തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്തിയാലോ? അതെ, ആ തെറ്റ് ഞാൻ തിരുത്തിക്കണു. അള്ളഹാനോട് ഞാന് മാപ്പ് ചോദിച്ച് പൊറുക്കലിനെ തേടിയിട്ട് അള്ളഹാനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മേഖലയിൽ മസ്താനായിട്ടൊക്കെ കുറച്ചു കാലം നടന്നിക്കണു ഉസ്താദേ. അള്ളാന്റെ മാപ്പ് കിട്ടിയത് എങ്ങനെ മാപ്പ് കിട്ടിയത് എങ്ങനെ മനസ്സിലായി? ഞാൻ അള്ള മാപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അള്ളഹാനോട് പൊറുക്കലിനെ തേടിയെന്നല്ലേ പറഞ്ഞത്? ഏപിടിക്ക അങ്ങള് വർത്താനം പറയണത്. ഞാൻ മന്തിക്കോതി മൂല്യമാരത്ത് കുറെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പിടിച്ചാൻ കിട്ടൂല കേട്ടല്ലേ? ഇങ്ങക്ക് ഞാൻ ചോദിച്ചതിനൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിക്ക. CM അടവൂരിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയായിരുന്നു എന്നുള്ളത്. അതിനാണ് ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ മാനസിക രോഗികളെ വലിയുള്ളതാണോ പറയാ?
പറയുന്ന കേക്ക് നിങ്ങള് ഞാൻ പറഞ്ഞു കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയണല്ലോ. നിങ്ങൾ ഇവിടെ ഒരു മണിക്കൂറായിപ്പോ ഇവിടെ നമ്മള് വർത്താനം പറഞ്ഞു. എന്താ ഇപ്പൊ ഇതുണ്ടായത്? വെറുതെ കുറെ സമയം പോയി. അതാ നിങ്ങള് ആൾക്കാര് പറയും ഞങ്ങളെ സമയം പോയി, ഞങ്ങളെ സമയം കൊന്നു. വലിയ ആൾക്കാര് പണ്ട് ഞങ്ങളത് പിറക്കിയത് അതേ ഒരു സംസാരമാണ് നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. ഉസ്താദേ, ഞാന് ഒരു നജ്മുദ്ദീൻ ഉസ്താദിന് വർഷത്തിലൊരിക്കൽ സംസാരിക്കുന്നതല്ല. ഒരു ദിവസം ഉസ്താദെ കേക്ക് ആയിക്കോട്ടെ, അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഉസ്താദ് അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഉസ്താദെ ഇതൊന്ന് കേക്കിങ്ങളെ ഉസ്താദെ, പല ആളുകൾ ഒരു ദിവസം തന്നെ പല ആളുകൾ പല വിഷയം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ അല്പനേരം സംസാരിക്കാറുണ്ട്. കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസത്തിൽ എന്തോ അത് അള്ളാഹു നിങ്ങളുമായിട്ട് തീരുമാനിച്ചോളി. പക്ഷെ നിങ്ങൾ സംസാരത്തിൽ ഒരു പക്വത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചതാണ്. നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എല്ലാ സമയത്തും ഇപ്പൊ ഞാൻ സമയം എത്രയായിട്ടുണ്ട് എന്ന് നോക്കിയില്ല, സമയം നോക്കട്ടെ. ഇപ്പൊ സമയം 9:45, രാത്രി 9:45. ഇനിയും ചിലപ്പോൾ ആളുകൾ വിളിച്ചേക്കാം. ഇന്നലെ 12 മണിക്കൊക്കെയാണ് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും എനിക്ക് വിഷയമല്ല. അത് ഞാൻ ഒറ്റ കാര്യങ്ങൾ പറയും. പറഞ്ഞോളി, കുറച്ച് ഒച്ചക്ക് പറയും. ഏതാ ആയത്ത് പറഞ്ഞ നിങ്ങള്? ആ ആയത്ത് ഏതാണ്? അത് ആയത്ത് സൂറത്ത് നഹലിലാണ് വരുന്നത്. സൂറത്ത് നഹലിൽ എത്രാമത്തേന്ന് അറിയോ നിങ്ങക്ക്? ഈ സൂറത്ത് നഹൽ 17-ാമത്തെ ആയത്താന്ന് തോന്നുന്നു. സൂറത്ത് നഹൽ 13-ഓ? 17. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞോളി. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് നോക്കട്ടെ. നിങ്ങൾക്കിപ്പോ ഒന്ന് ഓദിക്കാണി. അത് സൂറത്ത് നഹൽ 17. ആണല്ലോ ഡൗട്ടാണ്. അപ്പൊ നമുക്ക് ആയത്ത് വെച്ചിട്ട് നോക്കണ്ടേ വരും. സൂറത്ത് നഹൽ അതല്ല, ഫമൻ യഖ്ലുഖു എന്നാണ് സൂറത്ത് നഹൽ 17-ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിക്കുന്ന ഒരുവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാവുന്നുവോ? അപ്പോൾ ബഹുദൈവ ആരാധകരെ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അല്ല ചോദിക്കണാണ്. അപ്പൊ നിങ്ങൾ ആയത്തൊന്ന് ഓതിയാൽ മതി. ഞാൻ ആയത്തെടുത്തുക. ആയത്തൊന്ന് ഒച്ചക്ക് ഓതു ഉസ്താ. അതാ പറഞ്ഞ ഇതിൽ കാണൂല. ഖുർആനിൽ ഉള്ള ആയത്താണെന്ന് കാണും. അപ്പൊ അതിന്റെ അർത്ഥം പറയുന്നത് വമാ അൻസൽനാ അലൈക്കൽ കിതാബ. പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടില്ല അങ്ങേക്ക് നഹല് 64-ാമത്തെ ആയത്താണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. നമുക്ക് നോക്കട്ടെ. അല്ലേ അതിന് തഫ്സീറുണ്ട് ഉസ്താദേ. നിങ്ങൾ വെറുതെ പാടിപ്പോയിട്ട് അതിന് നിങ്ങളെ അർത്ഥം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. നമുക്ക് അതിന് തഫ്സീർ നോക്കാം. ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നോ, നിങ്ങള് പുലിവാല് പിടിച്ചൂന്ന്. അതിതാണ് പുലിവാൽ തന്നെയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ അപ്പളെ നമ്മള് വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ നിനക്ക് നാം ഈ വേദഗ്രന്ഥം ഇറക്കി തന്നിട്ടില്ല. അവർ യാതൊന്നിൽ ഭിന്നാഭിപ്രായത്തിലിരിക്കുവോ അതിനെ അവർക്ക് നീ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയല്ലാതെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമായിക്കൊണ്ട് അല്ലാതെ. അല്ലേ ഉസ്താദേ? അതാ ലഫ്ലാർത്ഥം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മനുഷ്യർക്കായി അവതരിക്കപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ പ്രമാണം അവതരിപ്പിച്ചതെന്ന് 44-ാം വചനത്തിൽ, ഇതേ സൂറത്തിൽ 44-ാം വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. പ്രസ്തുത ലക്ഷ്യത്തിന്റെ ഒരു പ്രധാന ഞാൻ പറഞ്ഞ വിഷയത്തിക്കാണ് ഇത് കൊണ്ടുവരുന്നത് ഉസ്താദെ. നിങ്ങള് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രമാണം ഉണ്ടല്ലോ, അതുകൊണ്ട് സംസാരിച്ചോളി. നിങ്ങളെ ഇതിൽ നിങ്ങൾ പറഞ്ഞതിനൊന്നും തെളിവില്ല. അത് ഞാൻ തഫ്സീർ മുഴുവനായിട്ട് വായിക്കും. പറയുന്നത് കേൾക്കണേ. നിങ്ങൾ ഇത് അറിഞ്ഞില്ല. ഇവിടെ ആയത്ത് പറഞ്ഞാലും അതിന്റെ തഫ്സീർ എടുക്കും. ഇനിയിപ്പോ സൂറത്തും ആയത്ത് നമ്പറും പറഞ്ഞാൽ അപ്പോഴും എടുക്കും, അല്ലെങ്കിലും എടുക്കും. ആയത്തോട് വന്നാൽ മതി.
ഞാന് വിവരമില്ലാണ്ടാണ് അറിവില്ലാണ്ടാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണെന്നാണ് പല ആൾക്കാരും പറയാറുള്ളത്. ഇവിടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് ഉസ്താദെ. വലിയൊരു പണ്ഡിതനും അറിവാളിയൊന്നും അല്ല, എന്നാലും നിങ്ങളെ പോലുള്ള അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവുണ്ടാക്കാൻ നടക്കുന്ന ഈ ആളുകൾക്കെതിരെ പറയാനുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലെമ്പാടും ഉണ്ട്, സ്വഹീഹ ഹദീസിലും ഇഷ്ടംപോലെ ഉണ്ട്. ഉസ്താദ് പറഞ്ഞോളി. ഈ ആയത്ത് അതിനും തെളിവല്ല. തഫ്സീറോട് വായിക്കും. നിങ്ങൾ ഈ തെളിവാണെന്ന് പറഞ്ഞാൽ തഫ്സീർ മുഴുവനോട് വായിക്കും. അമാനി റഹിമഹുല്ല അല്ലേ, മുഹമ്മദ് അമാനി റഹിമഹുല്ല, അദ്ദേഹം ഈ തഫ്സീറൊക്കെ ഇവിടെ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയിട്ടുള്ളത്. അപ്പോ അതുപോലെയുള്ള മഹാരഥന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പറഞ്ഞോളി. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഈ തഫ്സീർ നമ്മളിങ്ങനെ അർത്ഥം ആവുമൊക്കൊന്നും പോണ്ട. നിങ്ങളിപ്പോ ആയത്തോതിന്റെ തഫ്സീറിയാണെന്ന് പറഞ്ഞപ്പോ അതൊന്നും ഞമ്മക്ക് എടുക്കാൻ പറ്റൂല, ഇങ്ങക്ക് ജലാലൈനിയെ പറ്റുണ്ടാവുള്ളൂ. അത് ജലാലൈനി മുഴുവല്ല, അതിന്റെ ഒരു വക്ക് കടിച്ചിട്ട് ഇങ്ങോട്ട് വരും. അതൊന്നും പറ്റൂല ഉസ്താദെ. CM അബൂബക്കർ വലിയാണ് എന്നുള്ളതിന്റെ, അള്ളാന്റെ വലിയാണെന്നുള്ളതിന് തെളിവില്ലാതെയാണ് നിങ്ങൾ ഇത്രയും നേരം ഒപ്പന്റെ സമയം മെനക്കെടുത്തുന്നത്. എനിക്കൊക്കെ ഒരുപാട് സമയം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും ഉസ്താദെ. എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്ത് ഞാന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീർ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്റെ അറിവില് ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 3 തഫ്സീറുകളാണുള്ളത്. അതില് വീഡിയോയില് ഞാൻ കാണിക്കുന്ന എന്ത് അല്ലാതെ അത് നിങ്ങളെ വാദാണ്. ഞാൻ സ്വീകരിക്കൂല എന്നില്ല. എന്റെ കയ്യിലുള്ളതേ എനിക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ വായിക്കുന്നതേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്തത് നിങ്ങൾ ഒരു തഫ്സീർ പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ തഫ്സീർ എനിക്ക് ലോകത്ത് ഏത് തഫ്സീറുണ്ടോ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഞാൻ എന്റെ മുമ്പിലേക്ക് എത്തിക്കും. ഏത് തഫ്സീർ നിങ്ങൾ ഉള്ള തഫ്സീറാണെന്നുണ്ടെങ്കിൽ ആ തഫ്സീർ 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് കൊണ്ട് എന്റെ ലാപ്ടോപ്പിൽ വരും. പിന്നെ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഞാൻ എല്ലാ തഫ്സീറും വാങ്ങി വെക്കുന്നത്? അതൊന്നല്ല ഉസ്താദെ. തഫ്സീറിന്റെ കഥയൊക്കെ 10-30 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അൽഫ ജനറേഷനും കഴിഞ്ഞിട്ട് വേറെ ജനറേഷനിലേക്ക് മാറിയിട്ടുണ്ട്. വിരൽത്തുമ്പിലാണ് പരിശുദ്ധ ഖുർആൻ ഇരിക്കുന്നത്, തഫ്സീർ ഇരിക്കുന്നത്, വ്യാഖ്യാനങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ വിടിയും. അതൊന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ജൽപ്പനങ്ങളിൽ നിന്ന് ബുദ്ധിയും ബോധമുള്ള അരിഭക്ഷണം തിന്നുന്ന ആളുകള് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വിടി, തഫ്സീർ അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ ഇതിനൊരു തെളിവ് പറഞ്ഞെന്നാല് എനിക്കൊരു സമാധാനമായിരുന്നു. നാളെ കോഴിക്കോട്ട് അങ്ങാടിക്ക്, ഇനിയിപ്പോ KSRTCക്ക് വരണോ, എന്റെ സ്കൂട്ടർ ഓട്ടിക്കൊണ്ട് വരണോ എന്നുള്ളത്. എനിക്ക് കാറും ഇതൊന്നും ഇല്ലാത്ത സാധുവാണ്. അപ്പൊ സ്കൂട്ടർ ഓട്ടിയിട്ട് മഴയാണെങ്കിൽ ഞാൻ KSRTCക്ക് വരാം. ഞാൻ വിശ്വസിക്കുന്ന എന്ത് ഞാൻ വിശ്വസിക്കുന്ന തഫ്സീറാണോ അപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീർ അടിസ്ഥാനമാക്കിക്കൊണ്ട് അമാനി മൗലവി റഹിമഹുല്ല എഴുതിയ തഫ്സീറാണ് എന്റെ കയ്യിലുള്ളത്. അമാനി മൗലവി കേട്ടിട്ടില്ല അല്ലെ? എന്തേ പറ്റിയില്ല? അബുലാല മൗദൂദി എഴുതിയ തസ്ലീമുൽ ഖുർആൻ ആക്കിയാലോ? അതും പറ്റിയില്ല. എന്നാ നമുക്ക് മുഹീദ്ദീൻ ഇരുമ്പുഴി എഴുതിയ ഖുർആന്റെ ആത്മാവാക്കിയാലോ? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി വേറൊന്നുണ്ട്. സയ്യിദ് അല്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തഫ്സീർ അല്ലേ? നിക്കേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തഫ്സീർ നിങ്ങൾ ഞാൻ പൊടൂല. നിങ്ങൾ പുലിവാല് പിടിച്ചോളൂ. മർഹൂം സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങള് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ തഫ്സീറാക്കിയാലോ? അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞോളൂ. ഞാൻ ആ ആയത്ത് സൂറത്ത് നഹ്ലിയാണെന്ന് വ്യാഖ്യാനിക്കുക ആ ഗ്രന്ഥത്തിൽ നിന്ന്. മലയാളമാണോ? അത് ശരി, അറബിയിൽ നിന്നുള്ള മലയാളത്തിലല്ലേ നമ്മള് വ്യാഖ്യാനിക്കുക? അതെ. ഞാൻ പറഞ്ഞല്ലോ, മർഹൂം സയ്യിദ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങള് കേട്ടോളി. വലിയ കാളി, കോഴിക്കോട് വലിയ കാളി ആയിരുന്ന ആളാണ്. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷയും അതിന്റെ തഫ്സീറും എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വ്യാഖ്യാനം നിങ്ങൾ സ്വീകരിക്കുമോ? പിന്നെ ഹദീസ് ഇല്ലാണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഉസ്താദേ?
അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 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 ഹദീസ് കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ച വ്യാഖ്യാനവുമുണ്ട്, ഖുർആൻ കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ച വ്യാഖ്യാനം എന്റെ അടുത്തുണ്ട്. ഞാന് നിങ്ങളിപ്പോ എന്തേ കരുതിയിരിക്കണത്? ഇവിടേക്കൊണ്ട് വിളിച്ചാല് അയ്യാ സ്വാമി പറഞ്ഞിട്ട് ഇല്ല ഉസ്താദെ ഞാൻ നിർത്തി പോയിക്കോളാം, ഞാൻ എന്റെ പെട്ടിയും കടക്കിയും പൂട്ടിയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരുതിയിട്ടാണോ നിങ്ങള് സംസാരിക്കുന്നത്? ഒരാളെയും കൂടി വെക്കണല്ലേ? എനിക്കൊരാളും ആവശ്യമില്ല ഉസ്താദ്. എത്രയും കൊല്ലങ്ങളായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു സഹോദരൻ, നിങ്ങളുടെ നാട്ടുകാരൻ, കോഴിക്കോട്ടുകാരൻ, അദ്ദേഹം ഇപ്പൊ കാസർഗോഡാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്ന് വിളിച്ചിട്ട് വല്ലാഹി അദ്ദേഹം വിളിച്ചിട്ട് കരയുകയാണ്. നിന്റെ സംസാരം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സത്യം മനസ്സിലായതിന്റെ സന്തോഷം കൊണ്ട്. ഇൻഷാ അല്ലാഹ് വോയിസ് ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് വിളിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. കോഴിക്കോട്ടുകാരനാണ്. ഉസ്താദേ ഇതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. ഒരു കോഴി കൂവിച്ചിട്ട് ആ കോഴിക്ക് സുഖമില്ലാന്നാണ്ട് കരുതും നമ്മള്. ഒരു കോഴി കൂവിച്ചിട്ട് നേരം വെളുക്കൂല. ഉസ്താദിന് എത്രയെത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് എത്രയെത്ര ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ ഉസ്താദൊന്നല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ആളുകൾ പറയും ഇതേതോ കാക്കയാണ് പ്രത്യേകിച്ച് ഉസ്താദെ എന്ന് വിളിച്ചിട്ട്. എന്തായാലും പോട്ടെ, നജ്മുദ്ദീൻ ഉസ്താദ് എന്നാണ് എനിക്ക് ട്രൂ കോളറിൽ താങ്കളുടെ നമ്പർ വന്നത്. ഞാൻ ഉസ്താദല്ല ആദ്യം പറഞ്ഞു. നജ്മുദ്ദീൻ ഉസ്താദ്. അപ്പൊ നിങ്ങള് മറ്റേ മശായിഖാണല്ലേ, മറ്റേത് എന്താണ് തെരീഖത്തിന്റെ ഇതാണ്. അല്ലെങ്കിൽ നിങ്ങള് CM മടവൂരിന്റെ മക്കാമില് ആ ഒരു ഇത് ചെയ്യുന്ന ആളായിരിക്കും. പരികർമ്മയൊക്കെ മറ്റേ ചന്ദ്രയെ കത്തിച്ച് കിടക്കുന്ന ആളായിരിക്കും, വിളക്കിലെണ്ണ വെച്ചിട്ട്. എന്തായാലും ശരിയല്ലോ ഉസ്താദ്, നിങ്ങളുടെ വിശ്വാസം ശരിയല്ല. മാറ്റണം. നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. നിങ്ങൾ പറഞ്ഞൊരു ആയത്തുണ്ട്, അത്തിയുള്ളാഹു അത്തിയുർ റസൂൽ, അതിലേക്ക് നിങ്ങൾ മടങ്ങണം. വൗലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുള്ളാണ്. അത്തിയുള്ളല്ല, അവിടെ വാവില്ല. ഇല്ല. അപ്പൊ ഇന്ന കുറെ ആളുകള് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓതുമ്പോ, ഞാൻ ഓതിപ്പടിച്ച ആളല്ല. ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പൊ പറയില്ല, മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ ഓതിപ്പടിച്ച ആളല്ല. പക്ഷെ ഈ ആയത്ത് അങ്ങനെയല്ല. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആ മഖ്റജ് പിടിച്ചിട്ട് വരീന്ന് മൗലവിമാരോട് പറയും. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഖുർആനിൽ ഒറ്റ ഒന്നുള്ളൂ, ആത്തിയുള്ള അള്ളാഹിനെ അനുസരിക്കണം, വാത്തിയു റസൂലിനെ അനുസരിക്കണം. വൗലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉമറാക്കള്, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. പക്ഷേ ആദ്യം പറഞ്ഞ അത്തിയുള്ളയും വാത്തിയുർ റസൂലും പറഞ്ഞ പോലെ നിരുപാധികല്ല. അവിടെ അല്ലൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലോ ഈ പറയപ്പെട്ട നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ ഭിന്നാഭിപ്രായത്തിൽ വന്നാല് എന്നാൽ നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളെ കൈകാര്യകർത്താക്കളിൽ പെട്ട രണ്ടാളെ ഭിന്നാഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾ ഏതാ സ്വീകരിക്കുക? അനഫി ഇമാം അബു ഹനീഫ പറയുന്നു ഭാര്യയെ തൊട്ടാൽ ഒലു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ ഒലു മുറിയില്ല എന്ന്. ഷാഫി പറയുന്നു ഭാര്യനെ തൊട്ടാൽ പോലും ഒലു മുറിയുന്നു, സ്ത്രീകളെ വേറെ ഏതെങ്കിലും തൊടണ്ട, ഭാര്യനെ തൊട്ടാൽ പോലും ഒലു മുറിയുന്നു. രണ്ട് ഭിന്നാഭിപ്രായം നിങ്ങൾ ഏതൊക്കെ മടക്കിയിരിക്കണത്? നിങ്ങൾ അന്ധമായിട്ട് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് പിന്തുടർന്നിക്കല്ലേ ഉസ്താദേ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഉസ്താദ് പേപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേക്കുന്ന ആ ഒരു ആളല്ല. നിങ്ങൾ CM വെളിവില്ലായിനെ വലിയുള്ളായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി പറഞ്ഞോളി. ഇതിപ്പോ ഇത്രയും നേരമായി, ഇതൊന്നും ഇത്രയൊന്നും ആളുകൾ കേൾക്കൂലട്ടില്ലേ? എന്ത് ഏതെങ്കിലും ഒരു വിഷയങ്ങൾ അതന്നെ പറഞ്ഞത്, നിങ്ങളോട് ഞാൻ അതാ പറഞ്ഞത്. ഈ ഒരൊറ്റ വിഷയങ്ങൾ പറഞ്ഞാൽ നിങ്ങള് വേറൊന്നും വേണ്ട. നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് ഞാൻ നാളെ പേരാൻ തയ്യാറാണ്. CM അബൂബക്കർ ബാക്കവി വലിയാണ് അള്ളാന്റെ എന്നുള്ളതൊന്നും തെളിയിച്ചെന്നാ മതി. നിങ്ങൾ ഏതെങ്കിലും വട്ടനും പൊട്ടനും പറഞ്ഞൊന്നും എന്റെ അടുത്ത് പറയണ്ട. പറഞ്ഞോളി, അല്ലാന്ന് ഞാൻ തെളിയിക്കും. അതാണ് നിങ്ങളെ വാദം എനിക്ക് പേരന്റ് വരൂല, അല്ലാന്ന് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യദുന്യായ ഇതും കൊണ്ട് ഇങ്ങനെ നടന്നോളി. അല്ല പിടികൂടി വിട്ടില്ല നിങ്ങളെ. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ അറിയുള്ളൂ. നിങ്ങൾ ഉസ്താദും അല്ല, ഒരു സംഭവമല്ല. നിങ്ങളെ ഉസ്താദെ ചോറിന് കടന്നുറക്കാൻ നോക്കാണേ സുബൈക്ക് നീച്ചൂല, കേട്ടില്ലേ? നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞാണി, ആൾക്കാർക്ക് കേക്കണ്ടേ. ഇത് ഞാൻ മാത്രം കേട്ടാ പോരല്ലോ.
ഈ ഒരു ശരീരത്ത് മാത്രം അങ്ങനല്ല. ശരീഅത്ത് മുഹമ്മദി ശരീഅത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ശരീഅത്തുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അതിലൊന്നും സംശയമല്ല. ഞങ്ങൾക്ക് മുഹമ്മദി ശരീഅത്തുള്ളൂ. ഇബ്രാഹിമിയ മില്ലത്തില് മുഹമ്മദി ശരീഅത്തുള്ളൂ. വേറെ ശരീഅത്ത് ഞങ്ങൾ എടുക്കണ്ടേ? ശരീഅത്ത് മുഹമ്മദി ശരീഅത്തില്ലാത്ത ഒരുത്തനും ഒരു ത്വരീഖത്ത്, ഹക്കീഖത്ത്, മഅരിഫത്ത് ഇനി അതിന്റെ മേലെ എന്തുണ്ട്? അതൊന്നുമില്ല. ശരീഅത്ത് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. ഷറയിലില്ലാത്ത കാര്യങ്ങളായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങള് മനസ്സിനെ പേപ്പിക്കാൻ വന്നിരിക്കുകയാണ്. വെറുതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഉസ്താദെ. എന്തിനാ നിങ്ങൾ വെറുതെ സമയം കളയണത്? ബാറ്ററി ചെയ്യൂല നിങ്ങളെ മൊബൈലിന്റെ? അല്ല നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി ചെയ്യൂല എങ്ങനെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട്? നിന്നോട് നിങ്ങൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സിയം വലിയുല്ലാഹി എന്ന് പറഞ്ഞത് സിയം വെളിവില്ലാഹി എന്ന് പറയോളം ഇനിയൊന്നും നിങ്ങൾ പറയണ്ട. അയാൾക്ക് ഒരു വെളിവുണ്ടായിരുന്നില്ല മരിക്കുന്ന സമയത്ത്. മജ്ദൂബായിരുന്നു. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫനി ഫനാൽ ഫനി ഒന്നും അല്ല. മാനസിക രോഗത്തിന്റെ വിഭ്രാന്തിയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഞാൻ അല്ലേണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇപ്പൊ ഇയാൾ ഈ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. കിട്ടിയപ്പോ അല്ല നിങ്ങൾക്ക് എത്ര വയസ്സായി? വീടിന്റെ മുകളിലുള്ള സംഗതി എനിക്ക് ഞാൻ ഈ ഇരിക്കുന്ന റൂമിന്റെ അപ്പുറത്തുള്ള തന്നെ എനിക്ക് പോയി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. പിന്നല്ല വീടിന്റെ മുകളിൽ അതൊന്നും. ഇതാണ് മുട്ടുഞ്ഞായത്തിന് മുണ്ടമ്പടിയും പൊടിച്ചും കൊണ്ട് വരും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താ വിശ്വാസം? സിയം വെളിവില്ലാഹി. ഉസാദെ നിങ്ങൾ അഞ്ചേരം മുറിക്കാണല്ലേ? നിങ്ങളെയും കൊണ്ട് നിങ്ങൾക്കൂല്ല ഗുണം, വേറെ ആർക്കുമില്ല ഗുണം. അല്ല നിങ്ങളെയും കൊണ്ട് നിങ്ങൾക്കില്ല ഗുണം, പക്ഷെ പലർക്കും ഗുണം ഉണ്ടാവും ഇൻഷാ അല്ലാ. ഈ വോയിസ് നാളെ പുറത്തു വരുമ്പോ നിങ്ങൾക്കൊരു ഗുണമില്ലെങ്കിലും കുറെ ആളുകൾക്ക് ഇതൊരു ഗുണമായി മാറും. നിങ്ങൾക്കൊരു ഗുണമല്ല നിങ്ങളെയും കൊണ്ട്. കാരണം നിങ്ങളെയും കൊണ്ട് ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഞാൻ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊക്കെ പറയുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ഇയാൾ ചോദിച്ചൊന്നും പറയുന്നില്ല. എന്റെ സമയം മുടക്കി, എന്റെ വീഡിയോ ഒക്കെ മുടക്കിയിരിക്കണം. എന്റെ വീഡിയോ മുടക്കാനായിട്ട് നിങ്ങള് എന്താണ് കാക്കെ? ഏത് സാധാരണ മനുഷ്യൻ? ഏതാണ് ആ സാധാരണ മനുഷ്യൻ? ഏതാണത്? എന്ത് മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല? അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ശിർക്ക് ചെയ്യാം. മാനസിക രോഗികളെയൊക്കെ, അതായത് ഇത് മാത്രല്ല, ഇനി ഭയങ്കര കോയുണ്ട്. കോയയുടെ അവസ്ഥ എന്താ? അയാളുടെ ആയത്ത് കാലത്ത് അയാളുടെ അവസ്ഥ എന്തായിരുന്നു? എന്താണ് പറയണത്? മലയാളം എന്തിനാ വിളിച്ചത്? ഇത് ഈ രൂപത്തിലാണ് ഇവിടെ നിന്ന് കേൾക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് അയ്യാ സ്വാമി എന്ന് പറയൂലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇന്ന തീർത്തിനു പകരം ആ യുക്തിവാദികൾ കുറെ എണ്ണുണ്ട്. കുറെ നുണയും പറഞ്ഞു കൊടുക്കണം. ഓൽക്കൊന്ന് വിളിച്ചാണീ കളി, ഓലൊന്ന് തിരുത്തിയിട്ട് ഓലൊക്കെ നേരാക്കിയിട്ട് ഓലൊന്ന് സിയം വെളിവിലാഹിയുടെ അടുത്തേക്കൊന്ന് എത്തിച്ചാണീ. അത് നോക്കി നിങ്ങള് കിതാബുള്ളയിലേക്കും സുന്നത്ത് റസൂലിലേക്കും മടങ്ങ് ജനങ്ങളേന്ന് പറഞ്ഞ മൻസൂർ മണ്ണാർക്കാരനെ വിളിച്ചിട്ട് വലിയ വർത്താനം പറയണേ. എന്നാ പരിശുദ്ധ ഖുർആനും സ്വഹീഹ ഹദീസും പ്രവാചകനെയും പ്രവാചക കുടുംബത്തെയും ഈ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം വെഴുപ്പലക്കുന്ന നിരീശ്വരവാദികള് എച്ചിൽ മുസ്ലിങ്ങളുണ്ട്. ഒറ്റൊന്നും വിളിക്കൂല. എന്തേ വിളിക്കാത്ത? ഈ കിതാബുള്ളയും സുന്നത്ത് റസൂലിനെയും പറഞ്ഞ പോലെ മുടക്കാൻ മാത്രമല്ല നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. ഇത് നിങ്ങളല്ല, നിങ്ങളെ പോലത്തെ ഒരു 500,000 വിചാരിച്ചാലും മുടങ്ങൂലല്ലേ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്ത് കാര്യ പറയണത് കാക്കെ? എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞു? നിങ്ങളിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞല്ലോ. എന്ത് കാര്യമാണ് നിങ്ങൾ പറയണത്? ചിന്തിക്കാൻ പാടില്ല. മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല. മോശമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് സിയം വെളിവില്ലാഹി എന്നും പറഞ്ഞുകൊണ്ട് നടക്കാം. അത് പറ്റും. ഇതൊക്കെ കുറച്ച് നേരത്തെ നോക്കണമായിരുന്നു. അള്ളാന്റെ ഖുർആന് അട്ടത്ത് വെച്ചിട്ട് എന്നിട്ട് സിയം വെളിവില്ലാഹി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്തിനാ കാക്കാപ്പിടുത്ത് മറ്റുള്ളവരെ നേരെ കൂടി മുടക്കിയും കൊണ്ട് നിങ്ങളോ പേച്ചു. എന്തായാലും ഈ ഒരു സംസാരം കൊണ്ട് ഇൻഷാ അല്ലാ അത് ഗുണത്തിലേ വരുള്ളൂ. നിങ്ങൾക്കല്ല. നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഗുണത്തിലേക്ക് വരട്ടെ ഇൻഷാ അല്ലാ. അള്ളാന്റെ വഹദാനിയത്ത്, അള്ളാന്റെ ഏകത്വമായ അസ്തിത്വമായ വഹദാനിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത് കുറേ തവണ മരിച്ചോടത്ത് 70,000 ചെല്ലുന്ന അല്ല. ഇത് എന്ത് കാര്യം?
ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ എന്ത് കാര്യം? സി എം വെളിവില്ലാഹി അല്ല വളിവില്ലാഹി അല്ല എന്നുള്ളത് തെളിയിച്ചു തരും. പക്ഷേ നിങ്ങളോടിപ്പോ ഇങ്ങനെ പറയണ്ടേ? എന്ത് പറയേണ്ടി? പിന്നെ എന്തേച്ചിട്ടാ നിങ്ങൾ വിളിച്ചത്? ഞാൻ ഇപ്പൊ നിങ്ങളോട് വിളിച്ചുമ്പോഴത്തിന് സി എം മൗലിയ കാക്കാന്നും പറഞ്ഞിട്ട് വരുന്നേരുത്തിട്ട് നിങ്ങൾ വിളിച്ചിരിക്കണത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? കുറിച്ച് മോശമായ ഒരു വീഡിയോ ചെയ്യരുത്. ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറയാം. നിങ്ങളെ ചെലവാനിക്ക് അല്ല, നിങ്ങളെ ചെലവാ. ഞാൻ അധ്വാനിച്ചിട്ടാണ് മാഷെ ഞാനും എന്റെ കുടുംബം കഴിയണത്. അപ്പൊ അല്ലേ ഇപ്പൊ ഒരു കാര്യം ചെയ്യും. എന്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ എന്താ ചെയ്യണേ? ഞാൻ തിന്നുന്നത് എന്ത് കാര്യം ഉണ്ടാ? അതൊക്കെ ഞാനും എന്റെ റബ്ബുമായിട്ട് തീരുമാനിച്ചോളാ, അല്ലെങ്കിൽ ഹിസാബ് പറഞ്ഞോളാ. എനിക്കും അവിടെ ഒരു ഹിസാബ് ഉണ്ടാവും. പക്ഷേ അള്ളാന്റെ വഹദാനിയത്തിനെതിരായിക്കൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടുന്ന ആ നരകാഗ്നിയിലേക്ക് ഞാൻ ചാടേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലല്ലാത്ത ആളുകളെ ആ ഒരു വലിയ ശ്രേണിയിലേക്ക്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ കാക്കേ? ഹലോ. അതായത് ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട് എന്നറിയോ നിങ്ങൾക്ക്? 192 കോടി എന്നാണ് ഒരു അറൗണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. 192 കോടി മുസ്ലിങ്ങളുണ്ട്. രണ്ടാം സ്ഥാനാണ്. ഈ 192 കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ എത്ര ആൾക്കാണ് ഈ CM വളിവില്ലാഹിനെ അറിയാം? അല്ല, എന്തെങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഇമാരി പാച്ചില് പാടുന്നത് എങ്ങട്ടാ നിങ്ങൾ ഈ ഓടുന്നത്? നിങ്ങളൊരു ഇവിടുത്തെ ഒതുങ്ങി നിന്നാണ് എന്ത് ചോദിച്ചാലും കാണാം അല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കളിക്കണം. ഒരു കാര്യം പറയുമ്പോ കാര്യത്തിൽ ഒതുങ്ങിയെന്ന് സംസാരിക്കും മാഷേ. അത് നിങ്ങളോട് പറയാനല്ലേ ഒരു മനുഷ്യൻ എന്തിനാ മോശമായിട്ട് പറയുന്നത്? എന്താണ് ഞാൻ മോശമായിട്ട് പറഞ്ഞത്? നിങ്ങള് പകരം മുഹമ്മദ് ഉണ്ടല്ലോ, ആ ചാലിയൻ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാമ്, അയാളേത് പോകുക നാളെ. എന്നിട്ട് ചോദിക്കുക, അല്ല ചങ്ങായിയെ എജ്ജല്ലേ പറഞ്ഞത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM വെളിവില്ലാഹിയാണെന്ന് അല്ലേ? ഈ 192 കോടി ജനങ്ങളില് ഇത് മുഴുവൻ മനുഷ്യരിലല്ല, ലോകത്ത് മുഴുവനുള്ള മനുഷ്യരിലെ വെറും 192 കോടി ജനങ്ങളിലെ മുസ്ലിം മതവിശ്വാസികളുള്ളൂ. അത് പല വിഭിന്ന കക്ഷികളാണ്. ആയിക്കോട്ടെ, ഓലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞോലാണല്ലോ. ഓലക്ക് എത്ര ആൾക്കാണ് ഈ CM വെളിവില്ലാഹിനെ അറിയാന്ന് ചോദിച്ചു നോക്കാണേ. CM കണ്ട് ഉറങ്ങിക്കഴിഞ്ഞാല് ഫ്ലൈറ്റ് കൂട്ടിമുട്ടും, കപ്പൽ ഉരുണ്ട് കളിക്കും എന്നൊക്കെയല്ലേ പറയല് അല്ലേ? CM ജനിക്കണതിന്റെ മുമ്പ് ഓടിയുന്നില്ലേ ഫ്ലൈറ്റും കപ്പലും? CM മരിച്ചിട്ട് ഓടുന്നില്ലേ ഫ്ലൈറ്റും കപ്പലും? ഇനിയിപ്പോ പോട്ടെ, മരിച്ചോലിക്ക് പിന്നെ ഉറക്കണ്ടോ മൂലരെ? മരിച്ചോല് പിന്നെ ഉറങ്ങുമോ? അതും അറിയില്ല. ഇപ്പൊ മൂപ്പര് ഇപ്പൊ ഡിക്ഷണറി തെരഞ്ഞു പോയിക്കാണ്. അത് ഡിക്ഷണറിയിലൊന്നും ഉണ്ടാവൂല. അത് കാട്ടൻ കാപ്പി വയലിൽ ഉണ്ടാവും. പാതിരാ വയലുകളില്ലേ? എന്ത് അത് നിങ്ങളടുത്ത് അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ഒരു മണിക്കൂറായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. CM മടവൂർ ചിറ്റടിമേത്തൽ അബൂബക്കർ വലിയാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നിട്ട് പറഞ്ഞാൽ മതിയേ. ഞാനത് ചോദിച്ചൂലേ. എനിക്കത് ചോദിച്ചിട്ട് തല പെരുക്കുന്നുണ്ട്. എന്താണ് ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ ഒന്നെങ്കിലും എനിക്കറിയില്ല ചെങ്ങായിന്ന് പറയില്ലേ? അതുമില്ല. എന്ത് പറഞ്ഞു കേൾക്കും? നിങ്ങൾ പറഞ്ഞതന്നെയല്ലേ ഈ ഒരു മണിക്കൂറിലേറായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയും പറഞ്ഞു കേൾക്കും. എന്താ നിങ്ങൾ പറയണത്? ഒരു കുട്ടി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് അവന്റെ ഉസ്താദിൽ നിന്നാണ്. എന്റെ ഉസ്താമാര് ഹക്കിജാഹ് ബർക്കത്തും ഔലിയാക്കാരെ പഠിപ്പിച്ചെന്ന്. ഞാൻ പഠിച്ചത് സൗദി ജാലിയാത്തിൽ നിന്നാണ്. അതൊക്കെ അവിടെ നിർത്തി. എന്റെ നാട്ടിലുണ്ട് കുറെ ഉസ്താമാര്. ഓല് അദ്ദാദും കുദ്ദാദും പഠിപ്പിച്ചു തരും, ഖത്തസിയും കുദ്ദസിയും പഠിപ്പിച്ചു തരും. അതല്ലാണ്ട് എന്താ പഠിപ്പിച്ചു തരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ കലിമത്തു ഷഹാദയുടെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? ഒരു മൂല്യരും പഠിപ്പിച്ചു തീർക്കില്ല ഒരു മദ്രസയിലും. അതാണിപ്പോ ഇന്നെ ചോദ്യം ചെയ്തിട്ട് ഇന്നെ ഉത്തരം മുട്ടിച്ചിട്ട് ഇന്നങ്ങോട്ട് കൊമ്പ് കുത്തി തലകുത്തനാക്കാൻ വന്ന ആളാണിപ്പോ. വേണ്ട പൊന്നാര സഹോദര ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ഫർള് എത്രയാണ്, എന്തൊക്കെയാണ് പറഞ്ഞേര്? ഇതന്നെ നിങ്ങളെ പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനും മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്നും പറഞ്ഞിട്ട് കലിമത്ത് ഷഹാദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞിട്ട് അതിന്റെ ഫർളുകള് 2 ഫർളുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാണെന്ന് പോയി പഠിച്ചു നോക്ക്. ഈ സാധനം അറിയാത്ത നിങ്ങളോടൊപ്പം ഞാൻ ഈ തോതാരിച്ചിരുന്നത് വല്ലാത്ത ആദി അല്ല പൊറുക്കട്ടെ. ശരി എന്നാ ചോർന്നിട്ടേ കടന്നുറങ്ങാൻ നോക്കി കേട്ടില്ലേ?
ആ അല്ല പൊറുക്കൂല. ഇജ്ജാതി ജഹാലത്തുമായിട്ട് നടന്ന അല്ല പൊറുക്കൂല. അനുഭവിച്ചേ പെടുന്ന തീരും. അതൊക്കെ നാലായിട്ട് മടക്കിയിട്ട് പോക്കറ്റില് അണ്ടർവെയറിന്റെ പോക്കറ്റിലേക്ക് തിരികെക്കോളി. ആ അനുഭവം ഒന്നും ഇവിടേക്ക് ഒരാളും അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോകൂല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഞാൻ അതിന്റെ മേലെ എന്താ അനുഭവിക്കാനുള്ളത്? ഞാൻ തയ്യാറാണ്. എന്റെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് നിങ്ങളുടെ വാക്കോ നിങ്ങളുടെ പിന്നെ ഔലിയകാക്കന്മാരുടെ കുരുത്തക്കേടോ എനിക്ക് ഭയമല്ല. കാരണം ഞാൻ ഭയപ്പെടുന്നത് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. ഇതിനൊക്കെ വേറെ ആളെ നോക്കി കാക്കാം. നിങ്ങൾ ഭയപ്പെട്ടില്ല. എന്ത് ഭയപ്പെടുന്നു? നിങ്ങൾ ഭയപ്പെട്ടുകയാണെങ്കിൽ ഈ കന്യാല മോലിന്റെ അടുത്ത് പോകണമെന്നുള്ളത് നടക്കൂല. ഭയപ്പെട്ടിക്കുകയാണെങ്കിലോ? എന്ത് കന്യാല മൗല? അവിടേക്ക് പോയതാണ് തെറ്റായത് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ കാക്കെ? നിങ്ങൾ പിന്നെ ഇതെന്താണ് ഇത് പണ്ടാരെ എന്തോ വിളിച്ചമാര് ഒന്നുകൂടി വിളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചേ കുടുങ്ങിക്കാണ്. ഇത് കട്ട് ചെയ്യാനും പറ്റൂല, വർത്താനം പറയാനും പറ്റൂല. പിന്നെ അതേ മഹാന്മാരെ വലക്കട മൂടാണ്. CM വെളിവില്ലായിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ട് മനുഷ്യന്റെ സമയം കണക്കെടുത്തിട്ട് എന്താ മൂല്യം നിങ്ങൾക്ക് തീരാന്തല്ലേ? സുബീസ്കരിച്ചല്ലേ നിങ്ങള്? പിന്നെ ചോർന്ന് കിടന്നു നോക്കിയാലുള്ള ഈ സുബീക്ക് പൊന്തുക അല്ലേ? ചെമ്പാരോട് പറഞ്ഞ മാതിരിയായി പോലത്. അതെ, സത്യാണ്. അതേപോലെ നിങ്ങളെടുത്ത് വർത്താനം പറഞ്ഞ വെച്ചും തോന്നിയത്. സമയം ഓഹോ 1 മണിക്കൂറിലേറെ 1.5 മണിക്കൂറാവാൻ പോണു. അപ്പളേ നിങ്ങക്ക് കാര്യമായിട്ട് പണിയും തൊഴിലൊന്നും ഉണ്ടായിരിക്കൂല തോന്നണോ? എനിക്ക് എന്റെ കുട്ടികളെ പെൽത്താനേ പണിക്കൊക്കെ പോണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്. നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തന്നെ പഠിച്ചതാണ്. ഖുർആനില് അല്ല, ഖുർആനിൽ 2-3 ആയത്തേറ്റ നിങ്ങളെ തന്നെ പറഞ്ഞു. നിങ്ങള് തെറ്റിച്ചോദിയ ഖുർആനത്തെ ഒരു ആയത്തിലത്തെ കാര്യം നിക്ക് ഇതിലുണ്ട്, ഈ റെക്കോർഡിലുണ്ട്. ഖുർആന്റെ ആയത്ത് തെറ്റിച്ചോദിയിട്ട് അത് തിരുത്തി തന്നു ഞാൻ. എന്നിട്ട് ഇന്നോട് ഉപദേശിച്ച ഒന്ന് പോയി മനസ്സവിടുന്ന് പോയി പഠിച്ചാൻ നോക്കി. വല്ല അന്തമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു അന്തമില്ല എന്നുള്ളത്. ഖുർആന് ആയത്ത് തെറ്റിച്ചോദ്യം നിങ്ങൾക്ക് ഞാനാ തിരുത്തി തന്നെ. എന്നിട്ട് ഇന്നെ പഠിപ്പിച്ചാൻ പറ്റിക്ക. എനിക്ക് വളരെ കുറച്ച് ആയത്തുകളെ അറിയുള്ളൂ. എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മൂലിയക്കന്മാര് തലയിൽ കേട്ടും കെട്ടിയിട്ട് തലകെട്ടന്മാരായിട്ട് മനുഷ്യന്മാരെ വസലാക്കാൻ ഇറങ്ങലുണ്ടല്ലോ. അല്ല ഇല്ലെങ്കിൽ പിന്നെ നജമുദ്ദീൻ ഉസ്താദ് എന്ന് സേവ് ചെയ്ത എന്താണ് താങ്കളുടെ പണി മഹാനുഭാവ? ഞാൻ പറഞ്ഞില്ലേ എന്റെ പണി എന്തായാലും വേണ്ടില്ല. തന്നെ മോലേര് പണി അതാണല്ലോ ഏറ്റവും സുഖമുള്ള പണി. വെള്ളം ഇട്ടിട്ടുണ്ട് ഇറങ്ങിയാ മതി. വേർപ്പിന്റെ അസ്കിത. മുല്ലേർപ്പണിയല്ലേ ഞാൻ തേപ്പിനോ പോലെ. തേപ്പിനോ? തേപ്പിന് നിങ്ങൾ തേപ്പാണ് നിങ്ങളെ പണിച്ച് നിങ്ങൾക്ക് നല്ല തേപ്പ് കിട്ടിയില്ലേ? ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് ഇങ്ങനെ അന്തം കുന്തം അല്ലാണ്ട് ഏതെങ്കിലും മൊലിയാക്കന്മാര് പറഞ്ഞു കേട്ട് ആരെങ്കിലും വിളിക്കാൻ നിൽക്കരുതല്ലേ? പഠിക്കാൻ നോക്കി. ഖുർആന് അള്ളാന്റെ കലാമ് തൗഹീദ്, അട്ടിയുറച്ച തൗഹീദ്, അള്ളാഹുവിൽ മാത്രം അചഞ്ചലമായ വിശ്വാസവും പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഉണ്ട്. നിങ്ങളെപ്പോലുള്ള ഏതൊക്കെ ആളുകൾ വന്നാലും ഇവിടെ ഇരുന്നിട്ട് ഒരു കിതാബ് ഓതാത്ത എനിക്ക് പറയാൻ കഴിയും. കാര്യം അള്ളാഹു പറഞ്ഞത് ലാ ബുർഹാന ബിഹി. ഇങ്ങക്ക് തെളിവില്ലാന്നേ. പിശാചിനെ എനിക്ക് കാണാൻ കഴിയില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. മഅസ്സലാമ.